മരണക്കിണറിന്റെ രൂപത്തിലുള്ള ഒരു കിണർ അദ്ദേഹം ഇതിനകത്ത് ഈ കിണറിലേക്ക് പെടുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ വെറും പാറയല്ല, വളരെ നിബിഡമായിട്ടുള്ള വൃക്ഷങ്ങളും അതോടൊപ്പം തന്നെ കുറ്റിക്കാടുകളും പാറകളും മൃഗങ്ങളും കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അത് 2002 പറഞ്ഞതുപോലെ തന്നെ കുറ്റിച്ചെടിയിൽ കയറി പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. ആ ചെടി കയ്യിൽ പോന്നു, താഴത്തേക്ക് വീഴുമ്പോൾ താഴത്തേക്ക് ഈ കല്ലുകൾ, അതായത് വ്യത്യസ്തമായിട്ടുള്ള ആകൃതിയിലുള്ള കൂർത്ത കല്ലുകളിലേക്കാണ് അദ്ദേഹം വീണത്. കയറുമ്പോൾ ഇവര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നോട്, സാറിന് കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങാം, ഇനി മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്കും മേൽപോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യം വരും. ബോഡിയുടെ ഷേപ്പൊക്കെ ഏറെക്കുറെ മാറിയിട്ടുണ്ട്, കണ്ട പേടിക്കുന്ന രീതിയിലാണ്. ആത്മഹത്യ ചെയ്യുന്ന സമയത്തുള്ള രീതി അല്ലല്ലോ പിന്നീട്. കത്തി കഴിഞ്ഞപ്പോൾ വെപ്രാളപ്പെട്ടിട്ട് ഓടുകയാണ്. മുമ്പിൽ കണ്ടതിനൊക്കെ, അതായത് ഇടിച്ചും കെട്ടിപ്പിടിച്ചൊക്കെയാണ്, കാരണം രക്ഷപ്പെടാനുള്ള ഒരു ത്വരയാണല്ലോ പിന്നെ ഉണ്ടാവുക. ഈ മുഷിഞ്ഞ 10-ന്റെയും 20-ന്റെയും നോട്ടുകൾ എൻ്റെ കയ്യിലിട്ടിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ ഇത് വാങ്ങണമെന്ന്. ഇങ്ങനെ വെച്ച് തന്നിട്ട് ഇത് വാങ്ങണമെന്ന് പറഞ്ഞു. കാര്യം എനിക്ക് ഇതല്ലാതെ മറ്റൊന്നുമില്ല. എൻ്റെ കുട്ടികളുടെ കഞ്ഞിയാണ് എനിക്ക് തിരിച്ചു തന്നത്, എൻ്റെ ജീവിത മാർഗമാണ് എനിക്ക് തിരിച്ചു തന്നത്. എനിക്കുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയിൻസോ ഉപയോഗിച്ച് വലിയൊരു മരക്കൊമ്പ് വെട്ടി ഇട്ട് വീണതേ ഓർമ്മയുള്ളൂ, എവിടെയാണെന്നറിയില്ല. നാട്ടുകാരാണെങ്കിൽ നമ്മളെ പേടിക്കപ്പെടുക. നമസ്കാരം. ടെലസ്കോപ്പ് മീഡിയയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 3 പതിറ്റാണ്ടോടടുക്കുന്ന ഔദ്യോഗിക ജീവിതം, അതിനിടയിൽ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും മികച്ച സേവനത്തിനുള്ള അവാർഡുകൾ, സുദീർഘവും സുത്യർഹവുമായ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം നേരിടേണ്ടി വന്ന കൈപ്പേറിയതും മധുരിക്കുന്നതുമായ ഓർമ്മകളുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അലനല്ലൂർ സ്വദേശിയായ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസറായ അലനല്ലൂരുടെ സ്വന്തം മുത്തുമാഷ് എന്ന നാസർ സാറാണ്. വളരെ സ്നേഹപൂർവ്വം നമുക്ക് ഈ എപ്പിസോഡിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അപ്പോൾ നമസ്കാരം. 3 പതിറ്റാണ്ടോടടുക്കുന്ന ഔദ്യോഗിക ജീവിതം, ഇനി വിശ്രമമില്ലാത്ത വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നു. ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാവുമെന്ന് നമുക്കൊക്കെ അറിയാം. പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 30 വർഷങ്ങൾക്കിടയിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഓർമ്മകൾ നമുക്കൊന്നിവിടെ പങ്കുവെക്കാം. തീർച്ചയായിട്ടും ബാബു സൂചിപ്പിച്ച പോലെ തന്നെ 3 പതിറ്റാണ്ടുകൾക്കുള്ളിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ച് ഇപ്പോൾ സ്റ്റേഷൻ ഓഫീസറായിട്ട് സർവീസ് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് ഈ 30 വർഷത്തെ സേവനത്തിനകത്ത് ഒട്ടേറെ ശ്രദ്ധേയമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുവാനും നേതൃത്വം നൽകാനും സാധിച്ചിട്ടുണ്ട്. പാലക്കാട് ജോലി ചെയ്യുന്ന സമയത്ത്, അതിനുശേഷം പെരിന്തൽമണ്ണയിൽ, പിന്നീട് മണ്ണാർക്കാട്, അതിനുശേഷം ഷൊർണൂർ, കഞ്ചിക്കോട്, അതിനിടയിൽ തന്നെ വീണ്ടും പാലക്കാട്, ഇപ്പോൾ വീണ്ടും പെരിന്തൽമണ്ണയിൽ ജോലി ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതിനകത്ത് എനിക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അതിൽ പങ്കാളിയാവാനും സാധിച്ചിട്ടുണ്ട്. 1997 സർവീസിൽ പ്രവേശിക്കുന്നത്. കണ്ണൂർ, തലശ്ശേരി നിലയങ്ങളിൽ പ്രാഥമികമായിട്ടുള്ള പരിശീലനം പൂർത്തീകരിച്ച് 1998 പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് നിന്ന് മണ്ണാർക്കാട് പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ ഒന്നുമില്ല, ഏറ്റവും തൊട്ടടുത്ത ഫയർ സ്റ്റേഷൻ എന്ന് നമ്മളുടെ ഫയർ സ്റ്റേഷൻ എന്ന് പറയാനുള്ളത് പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് ഫയർ സ്റ്റേഷനാണ് ജോയിൻ ചെയ്യുന്നത്. 98 ജോയിൻ ചെയ്ത് ഏറെക്കുറെ 99 തുടക്കത്തിൽ, 98 അവസാനത്തിലാണ്, നവംബറിലാണ് ജോയിൻ ചെയ്യുന്നത് പാലക്കാട്. 99 തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഇത്തരത്തിൽ ഉള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഓർത്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും റിസ്ക് പിടിച്ചതെന്ന് പറയാനുള്ളത് 99 തന്നെ വാളയാറിലുള്ള സർവീസ് കയറുകൊണ്ട് തന്നെ വാളയാറിലുള്ള സിമെൻറ്റ് ഫാക്ടറിയിൽ മരണക്കിണർ പോലുള്ള ഒരു സാധനത്ത്, ആ മരണക്കിണർ പോലെ തോന്നിക്കുന്ന ഒരു ഈ ഇൻഗ്രീഡിയൻസ്, സിമെൻ്റായിട്ട് മാറാൻ സാധ്യതയുള്ള ഇൻഗ്രീഡിയൻസ്, അതിൽ മണലുണ്ട്, മറ്റ് കല്ലുകൾ, അങ്ങനെ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മരണക്കിണറിൻ്റെ രൂപത്തിലുള്ള ഒരു കിണർ. അതിൻ്റെ താഴത്തെ 2 തട്ടുകളാണുള്ളത്, അത് 2 ലോക്കുകൾ. ഈ 2 ലോക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ആവുകയും ചെയ്യും, ഓട്ടോമാറ്റിക് ആവും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് സാധനങ്ങൾ പോകുമ്പോഴും എന്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ആവുന്നു, അപ്പോൾ തന്നെ പിന്നെ കട്ട് ചെയ്യുന്നു, പൊടിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പിന്നെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഏത് സാധനം വരുമ്പോഴും വലിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നത് കഴിഞ്ഞാൽ പീസായിട്ട് പോകും. അതാണ് അതിൻ്റെ ഒരു ഇത് തന്നെ പൊടിച്ചിട്ട് അതിൻ്റെ ഒരു കെമിസ്ട്രി അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഈ ലോക്കിൻ്റെ അവിടെ ഈ മണൽ ഇൻഗ്രീഡിയൻസ് കുടുങ്ങുന്ന സമയത്ത് അവരെല്ലാം ജീവനക്കാർ മുകളിൽ നിന്നിട്ട് ഒരു സേഫ്റ്റി ബെൽറ്റിലൊക്കെ നിന്നിട്ടാണ് ചെയ്യേണ്ടത്. മുകളിൽ നിന്നിട്ട് കുത്തി കൊടുക്കും, കമ്പി കൊണ്ട് കുത്തി കൊടുക്കും ആ
നല്ല ആഴത്തിലെ ആ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇതിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇറങ്ങി പോവാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിനെവിടെയെങ്കിലും തടസ്സം വരികയാണെങ്കിൽ അതിങ്ങനെ കുത്തി കൊടുക്കും. പക്ഷെ അത് കറക്റ്റായിട്ട് സേഫ്റ്റി ബെൽറ്റിലൊക്കെ നിന്നിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾ സേഫ്റ്റി ബെൽറ്റ് ഒന്നും ചിലപ്പോൾ ധരിച്ചോളുന്നില്ല, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒന്നും ധരിക്കാതെ ചെയ്യും. അങ്ങനെ ധരിക്കാതെ ഒരു ദിവസം അവിടെ ഒരു തൊഴിലാളി ചെയ്തു. ചെയ്യുന്നതിനിടയ്ക്ക് അദ്ദേഹം ഇതിനകത്ത് ഈ കിണറിലേക്ക് പെടുന്നു. പെട്ട് അങ്ങനെ അദ്ദേഹം ഏറ്റവും താഴത്തേക്ക് പോകുന്നു. താഴത്തേക്ക് പോയ ഉടനെ തന്നെ താഴത്തേക്ക് മെസ്സേജ് കൊടുക്കുന്നു, 2 ലോക്കും അടക്കുന്നു. കാരണം ക്ലോസ് ചെയ്തിട്ടില്ല എങ്കിൽ അതിന് ഉള്ളിലൂടെ പോവും, പീസായിട്ട് മാറും. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്തു, താഴത്തേക്ക് മെസ്സേജ് കൊടുത്തു, 2ഉം ക്ലോസ് ചെയ്യുന്നു. ആള് ഏറ്റവും താഴത്ത് പോയിട്ട് നിൽക്കുന്നു. കംപ്ലീറ്റ് മണ്ണ് വന്ന് മൂടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ വളരെ ശ്രദ്ധാപൂർവം ഒരു സഹപ്രവർത്തകൻ ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം അയാളെ മാന്തി, അതായത് മണ്ണ് ഈ മുകളിലേക്ക് വന്നിട്ടുള്ള മണ്ണ് ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് മാന്തി. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഈ ചുണ്ടിനും മൂക്കിനും മേലേക്കുള്ളത് മാത്രം ആണ്, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ബാക്കിയെല്ലാം ഇഞ്ചോർഡാണ്. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ കാഴ്ചതാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം കാണുന്നതും അതോടൊപ്പം തന്നെ അതിൽ പങ്കാളിയാവാൻ അവസരം കിട്ടുന്നത്. അപ്പൊ എന്നോട് ഞങ്ങളുടെ ഒരു ലീഡിംഗ് ഫയർമാൻ ഉണ്ട്, അദ്ദേഹം രാഷ്ട്രപതിയുടെ അവാർഡ് പിന്നീട് നേടിയ ഒരാളാണ്, കൃഷ്ണൻ എന്നാണ് പേര്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, നാസർ എന്താ ചെയ്യുന്നത്? ഒരു ഐഡിയ ഇല്ല, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് അത്തരം ഒരു പ്രവർത്തനം കണ്ടിട്ട് ഒരു വർക്കിന് ഫേസ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല, കാരണം ഞാൻ സർവീസ് കയറിയിട്ട് ഫസ്റ്റ് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ സാർ എന്താ ചെയ്യേണ്ടത് എനിക്കും അറിയില്ല എന്നാണ്, കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം എനിക്കൊരു ഐഡിയ തന്നു. ഈ സഹായി ഇറങ്ങിയ അതേ സ്റ്റെപ്പിലൂടെ വളരെ ശ്രദ്ധാപൂർവ്വം എവിടെയും ജർക്ക് വരാതെ നമുക്ക് ഇറങ്ങാം. ഇറങ്ങിയ ശേഷം അദ്ദേഹത്തോട് കയറാൻ വേണ്ടി പറയാം, എന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന വർക്ക് നമുക്ക് ചെയ്യാം. മുകളിൽ നമ്മുടെ സഹപ്രവർത്തകർ എന്ത് ചെയ്യും, ഇത് വലിച്ചു കയറ്റാൻ വേണ്ടി, ഇൻഗ്രീഡിയൻസ് വലിച്ചു കയറ്റാൻ വേണ്ടി നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കോരുന്നത് പോലെ റൂഫിലേക്ക് വലിച്ചു കയറ്റി അവർ ഒഴിവാക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അയാളെ എടുക്കാം. സിമ്പിളായിട്ടാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാമെന്നു. സാർ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സാർ ഇറങ്ങുന്നു, കൂടെ അതേ സ്റ്റെപ്പിലൂടെ ഞാൻ ഇറങ്ങുന്നു. വളരെ ശ്രദ്ധാപൂർവ്വമാണ്. കാര്യം ബലത്തിലൊന്ന് സ്റ്റെപ്പ് വെച്ചാൽ തന്നെയും ഇത് ജർക്ക് ചെയ്തിട്ട് ഈ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ വെച്ചാൽ ഇളക്കം തട്ടി കഴിഞ്ഞാൽ ഒന്നിച്ച് വരും. 2 ജീവൻ ആണ് താഴത്ത് വെക്കുന്നത്. ഞങ്ങൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവ്വം ഇറങ്ങി താഴത്തേക്ക് എത്തി. അത് വരുന്നും ദൈവാധീനം, യാതൊരു തരത്തിലുള്ള ഇളക്കം തട്ടിയില്ല. ഇറങ്ങി ആ സഹായി ഞങ്ങൾ മുകളിലേക്ക് കയറ്റി അയാളോട് അദ്ദേഹത്തോട് കയറാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടി ഈ പ്രവൃത്തി തുടരുകയാണ്. ഏറെക്കുറെ ഞങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. മാന്ത് തന്നെയാണ്, കാരണം വേറെ സംവിധാനങ്ങളൊന്നുമില്ല, മാന്ത് തന്നെയാണ്. അങ്ങനെ മാന്തി 2 പേരും മാന്തുന്നു. പിന്നെ ഇതുപോലെ തന്നെ കൊട്ടയിൽ മണ്ണ് കയറ്റുന്നു. ഏകദേശം അർദ്ധരാത്രി 1:45 വരെ ഈ പരിപാടി തുടരുകയാണ്. അപ്പൊ ഇയാള് പോകുന്നുണ്ട്. ഇയാള് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ജാമായിരിക്കുകയാണ്, ഇളക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രി 1:45 വരെ ഞങ്ങൾ മാന്തി. ഏകദേശം ഒരു നെഞ്ചിനോടത്തം എത്തുന്ന മാന്തുന്നവരെ പിന്നെ ഞങ്ങൾ മാന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, അപ്പുറത്തും വന്നും വീണ്ടും അതേപോലെ തന്നെ ജാമാവും. അപ്പോൾ ആ പരിപാടി പരാജയപ്പെട്ടു. അവസാനം ഒരു 1:45-2 മണിയാകുമ്പോൾ ഞങ്ങളുടെ ഓഫീസർ കൃഷ്ണ സാറ് പറഞ്ഞു, നമുക്ക് ഈ പരിപാടി നടക്കില്ല, കാര്യം ഇത് വെറുതെ ടൈം വേസ്റ്റിംഗ് ആണ്. അപ്പോൾ ഒരു നിർദ്ദേശം അദ്ദേഹം വെച്ചു. ഒരു പ്ലാൻ ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കുകയാണ്. അത് ഒരു ഡ്രം, അതിനകത്ത് ഒരു ഹോൾ ഉണ്ടാക്കുക. ആ ഹോളിലേക്ക് അവിടെ എല്ലാ സംവിധാനം ഉണ്ടല്ലോ, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക. ആ ഡ്രമ്മിന്റെ ഉള്ളിൽ ഇദ്ദേഹത്തെ ആക്കും. നമ്മൾ തന്നെ മേലെ കയറിക്കും ഞങ്ങൾ 2 പേരും. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മേലെ നിന്ന് സേഫ്റ്റി ബെൽറ്റ് 2 തൂക്കിയിടും. ആ സേഫ്റ്റി ബെൽറ്റിൽ നിന്നിട്ടാണ് ഞങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഇൻ കേസ് പ്രശ്നം വരികയാണെങ്കിൽ സേഫ്റ്റി ബെൽറ്റിൽ ഞങ്ങൾക്ക് മുകളിൽ പോവാം, അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിൽപ്പെടും. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ആദ്യം ഈ പ്ലാൻ മുന്നോട്ട് വെച്ചപ്പോൾ അവിടുത്തെ ടെക്നീഷ്യൻസ് ഒന്നും തയ്യാറായില്ല. അവിടെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെ, അവരുടെ ടെക്നീഷ്യൻസ് ഒക്കെ വന്നു. അവരും തയ്യാറായില്ല. റിസ്ക് ആണ്, കാര്യം നിങ്ങളുടെ 2 ജീവൻ അവിടെ നിർത്തിക്കൊണ്ട്, മറ്റേ ജീവൻ ഉണ്ട് കൂടെ, പിന്നെ സേനയിലെ 2 ജീവൻ കൂടി നിലനിർത്തിക്കൊണ്ട് ഈ പരിപാടി നടക്കില്ല. കാര്യം ആ ഒരു പക്ഷേ ടൈമിങ്ങിൽ നമുക്ക് പൊങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷണമാണ്, 100% പരീക്ഷണം. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. അതിന് അവർ ആദ്യം അനുവാദം തന്നില്ല. അപ്പൊ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഞങ്ങൾ പറഞ്ഞു ഇതല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇല്ല. കാര്യം ഇതുവരെ ചെയ്ത പണികളൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഈ 1:45-2 മണി വരെ ഞങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് വേസ്റ്റ് ആവുകയാണ്. അപ്പൊ ഇത് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവസാനം ഒരു 10-15 മിനിറ്റ് അവർ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഫോർമുല അവർ അംഗീകരിക്കാൻ തയ്യാറായി. അതിൻ്റെ ഫലമായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു ഡ്രം വെട്ടി കൊണ്ടുവന്നു, അദ്ദേഹത്തിൻ്റെ തലയിൽ മൂടി. ഞങ്ങൾ അതിൻ്റെ മേലെ നിന്ന് സേഫ്റ്റി ബെൽറ്റ് തന്നു. 1 ലോക്ക്, 2 ലോക്കാണ്, 1 ലോക്ക് ഞങ്ങൾ അവിടുന്ന് തുറക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ ഞങ്ങൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ടൈമാണ്. കാരണം എന്താ വെച്ചാൽ ആ ലോക്ക് തുറക്കുന്ന സമയത്ത് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും പെട്ടു. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം 1 ലോക്ക് തുറക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഈ പോലെ തന്നെ ആരുടെ ലക്കാണെന്ന് അറിയില്ല. ഒരുപക്ഷെ അവിടത്തിൽപ്പെട്ട ആളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ രക്ഷിക്കാൻ ചെന്ന ഞങ്ങളുടേതായിരിക്കാം. രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സേനാ വിഭാഗത്തിന്റെ
ഉദ്ദേശശുദ്ധി മനസ്സിലായിക്കൊണ്ട് സത്യത്തിൽ ഉടയതമ്പുരാൻ സഹായിച്ചതായിരിക്കും. ഓക്കേ. എന്തായിരുന്നാലും ഒരു ലോക്ക് തുറന്നുടനെ തന്നെ ആ ഭാഗത്തെ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആ ഭാഗത്തൂടെ പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായി. കാര്യം ഈ ലോക്കിന്റെ ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അത് പോയ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 ജോലിക്കാരോട് ഇറങ്ങി കിട്ടിയ കൈക്കോട്ടും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഇവിടുത്തെ മണലും മെല്ലെ മെല്ലെ വാരി അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പൊ അദ്ദേഹം മുട്ടിലാണ് ഇരിക്കുന്നത്, അത് കാലുണ്ട് പിറകിലേക്കാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റാത്തത്. കാര്യം നമ്മൾ ഈ അരഭാഗത്തേക്ക് എത്തിയിട്ടും അദ്ദേഹത്തിന് ഇളകാൻ പറ്റാത്തത് അദ്ദേഹത്തിന് ഇങ്ങനെ കാല് മടക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ പിറകിൽ കംപ്ലീറ്റ് ജാമായിട്ട് അദ്ദേഹത്തിന് ഇളകാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ കിടത്തം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ നമ്മൾ പിന്നെ ബെൽറ്റിൽ കെട്ടിയിട്ട് അദ്ദേഹത്തെ മുകളിലേക്ക് കയറ്റി. പാലക്കാട് സ്വദേശിയായിരുന്നു അദ്ദേഹം കോയമ്പത്തൂർ സ്വദേശിയാണ്, തമിഴ്നാട് സ്വദേശിയാണ്. പിന്നെ കോയമ്പത്തൂർ ഹോസ്പിറ്റലിലേക്ക് തന്നെ എത്തിച്ചു. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നിങ്ങൾ ഓർത്തെടുക്കുന്നത് ഇപ്പോഴത്തെ ഓർമ്മകളല്ല, അത്രയും മുമ്പുള്ള ഓർമ്മകളാണ്. 99 നിങ്ങളെ ഈ വിരൽത്തുമ്പിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് ആളുകളുണ്ടാവും, നഷ്ടപ്പെട്ടവരുണ്ടാവും. നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വൈകി അല്പം നേരത്തെ എത്തായിരുന്നു തോന്നിപ്പോയ, അല്ലെങ്കിൽ ഇപ്പോഴും വേട്ടയാടുന്ന അത്തരത്തിൽ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. അത്തരം ചില പിന്നെ ജീവനുകൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം നമ്മൾ ഒരു പക്ഷേ നേരത്തെ എത്തിയിരുന്നു എങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് തോന്നുന്ന ചില കിണർ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കിണറിൽ അകപ്പെട്ടിട്ടുള്ള ചില അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കിണറിൽ നമ്മൾ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് മരണം സംഭവിച്ച് അതുവരെ പിടിച്ചു നിന്നിട്ട് ഞങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ പിടുത്തം വിട്ട് താഴത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്, ബാബു ചോദിച്ച പോലെ തന്നെ, ഒരു 5 മിനിറ്റും കൂടി നമുക്ക് മുമ്പ് എത്തിയിരുന്നെങ്കിൽ. പക്ഷേ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങൾക്ക് മെസ്സേജ് തരുന്നത് വളരെ വൈകിട്ടാണ്. കാര്യം ഈ ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറെക്കുറെ ശ്രമം നടത്തി അത് പരാജയപ്പെടുമ്പോഴാണ്, അത് വിജയിക്കില്ല എന്ന് അപ്പോൾ ഉടൻ തന്നെ ഈ അപകടം കണ്ട ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. നമുക്ക് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫയർ സ്റ്റേഷൻ, ഏത് ഫയർ സ്റ്റേഷൻ ആട്ടെ, കേരളത്തിലെ ഏകദേശം 135ഓളം ഫയർ സ്റ്റേഷനിലെ ഏത് ഫയർ സ്റ്റേഷനിലേക്ക് 101 വിളിച്ച് ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാലും വിത്തിൻ 1 മിനിറ്റ്, ഒരു മിനിറ്റിനുള്ളിൽ ഞങ്ങൾ മെസ്സേജ് എടുത്തിട്ട് വണ്ടി ഗ്യാരേജ് ഫയർമാൻ സിനിമയിൽ നമുക്ക് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. എനിക്ക് പറയുമ്പോൾ അതാ ഓർമ്മ. കാരണം 101 വിളിക്കുന്ന ഏതൊരാളും ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് തങ്ങളെ രക്ഷിക്കാൻ ഒരു ഫയർമാൻ എത്തുന്നത് പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും പാലക്കാട് മല കയറിപ്പോയ ബാബു എന്ന് പറയുന്ന സഹോദരന്റെ, ബാബുവിനെ മല കയറുന്ന സമയത്ത് പിന്നെ ഏകദേശം അദ്ദേഹത്തിന്റെ കൂടെ 2-3 പേര് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ കയറിയ ഭാഗത്ത് കൂടെ തന്നെ താഴത്തേക്ക് ഇറങ്ങി കൂടെ ഉണ്ടായിരുന്ന ആള്. ഇദ്ദേഹം അവരുടെ മുമ്പിലെത്താൻ വേണ്ടിയിട്ട് കുറുക്കുവഴി തേടിയത്. അതിലാണ് കുടുങ്ങിപ്പോകുന്നത്. കുടുങ്ങിപ്പോയി ഏറെക്കുറെ വൈകുന്നേരത്ത് രാത്രിയോടെയാണ് നമുക്ക് മെസ്സേജ് കിട്ടുന്നത്. ഇദ്ദേഹം തന്നെയാണ് ഫയർ സ്റ്റേഷനിലേക്ക് മെസ്സേജ് കൊടുക്കുന്നത്. ഈ ബാബു തന്നെയാണ്. റേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ കൊടുത്തു, ഇങ്ങനെ ഞാൻ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ പാലക്കാട്, അന്ന് ഞാൻ പാലക്കാട് ഇന്റേണൽ വിജിലൻസിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. നമുക്ക് 5 മണി വരെ ഉള്ളൂ ഡ്യൂട്ടി. 5 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ വൈകിട്ട് ഏറെക്കുറെ രാത്രി ഒരു 7-7:30 മണിക്കാണ് നമുക്ക് മെസ്സേജ് കിട്ടുന്നത്. ഉടൻ തന്നെ പാലക്കാട് ഫയർ സ്റ്റേഷനിലെ നിലവിലുള്ള ക്രൂ അപ്പം തന്നെ പുറപ്പെടാം. അപ്പോൾ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ സാധാരണ തോന്നാം നമ്മൾ വളരെ ലാഘവത്തോടു കൂടി കാണല്ല, പക്ഷെ അത് ലളിതമാവും എന്നാണ് വിചാരിക്കുക. കാര്യം മലയുടെ മുകളിൽ ആൾ കുടുങ്ങി എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് എന്താ വെച്ചാൽ നടന്നു പോയിട്ട് ആൾ ഒറ്റപ്പെട്ടിരിക്കാവും, അവിടുന്ന് സാധാരണ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ കൊണ്ടുവരാം എന്നുള്ള ആ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനമാവും എന്നാണ് കരുതിയത്. അപ്പം അങ്ങനെ പാലക്കാട്ടെ ആദ്യത്തെ ടീം പോകുന്നു. ടീം പോയിട്ട് അവർ അപ്പം തന്നെ കയറി. ആ രാത്രി തന്നെ അവർ ഒറ്റയാനുണ്ട് അവിടെ, വേറെ ഒരു സാധനമില്ല, ഒരു വെളിച്ചമല്ല, എക്യുപ്മെന്റ്സ് ഒന്നും ഇവരുടെ കയ്യിലില്ല. ഒരാൾ മലയിൽ കുടുങ്ങിയിട്ടുണ്ട്, മലയുടെ മുകളിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇവർ മല കയറി തുടങ്ങി. അർദ്ധരാത്രി അവർ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ ബാബുവിനെ കാണാൻ പോലും പറ്റുന്നില്ല. മലയിടുക്കാണ്, അതായത് മല ഇങ്ങനെ പിന്നെ ഒരു പാറയാണ്, ആ പാറ ഇങ്ങനെ പൊങ്ങിയിരിക്കാണ്. അതില് ഈ ഒരു ഭാഗത്താണ് ഇപ്പൊ ഏറെക്കുറെ ഈ രീതിയിലാണ് മല നിൽക്കുന്നത്. അപ്പൊ മലയുടെ മുകളിൽ നമ്മളിവിടെ എത്തി, ഏറ്റവും ടോപ്പിൽ നമ്മളിവിടെ എത്തി. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിൽക്കുന്ന ഈ വ്യക്തിയെ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റില്ല. അതേസമയം അവിടെ നിൽക്കുന്ന വഴിയിൽ നിൽക്കുന്ന ഇദ്ദേഹം ഷർട്ട് വീശുന്നത്. പക്ഷെ മുകളിൽ കയറിയ ഒരാൾക്ക്, ഇപ്പൊ ഞാൻ 2 പ്രാവശ്യം മുകളിൽ കയറിയതാണ്. ഈ 2ാമത്തെ ദിവസം, ഫസ്റ്റ് ഡേ പാലക്കാട് കയറി. അവര് 2ാമത്തെ ദിവസം ഏകദേശം കഴിയില്ല, അതായത് ഒക്യുപ്പൻസ് അവരുടെ കയ്യിലില്ല. ബാബുവിനെ ഈ വ്യക്തിയെ കാണാനും പറ്റിയിട്ടില്ല. അവർ ഏകദേശം ഒരു 11 പേരോട് ഇറങ്ങുന്നു താഴത്തേക്ക്. അതിനുശേഷം പിന്നെ ഞാനും സേനയിലെ ഞാൻ സൈന്യം വന്നതിന് ശേഷം കൂടെ കയറിയത് ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ തന്നെയാണ്. ഫയർ സർവീസിൽ ഒരാൾ കയറാമെന്ന് പറഞ്ഞു, ഒരാൾ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരാൾ കയറുന്നത് ഞാനാണ്. അതിന് മുമ്പ് 2ാമത്തെ ദിവസം മലയുടെ മുകളിൽ കയറുന്നത്, ഹെലികോപ്റ്റർ വന്ന ദിവസം കയറിയതും ഞാൻ തന്നെയാണ്. അപ്പൊ ഹെലികോപ്റ്റർ വന്ന് 2-3 പ്രാവശ്യം കറങ്ങി തിരിഞ്ഞ് പോകുന്നു. അപ്പൊ ഞാൻ ഉടനെ തന്നെ ജില്ലാ ഫയർ ഓഫീസറെ മുകളിൽ നിന്ന് വിളിക്കുകയാണ്. ഹെലികോപ്റ്ററിന്റെ അതായത് തൊട്ട് സമീപത്താണ് ഞങ്ങള്.
ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലെത്തും. ആ സമയത്താണ് ഹെലികോപ്റ്റർ വന്ന് കറങ്ങി ഒരു 3-4 വർഷം കറങ്ങി പോവാം. അപ്പോൾ ഞാൻ താഴത്തെ ജില്ലാ ഫയർ ഓഫീസറോട് ചോദിച്ചു, സാർ ഹെലികോപ്റ്റർ എന്താ കറങ്ങി അങ്ങ് പോകുന്നുണ്ടല്ലോ, എന്താ സംഭവം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞാൽ അവർക്ക് പറ്റുന്നില്ല, അവരുടെ ഫാൻ അടുപ്പിക്കാൻ പറ്റുന്നില്ല, അത് പാറൽ തട്ടുന്നുള്ളത് കൊണ്ട് അവർ മറ്റു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് പോകുന്നു. NDRF കൂടെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുണ്ട്, ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്, ഒരു പിന്നെ ഇതുപോലെ തന്നെ ഒരു ക്യാമറാമാൻ ഉണ്ട്, പിന്നെ സിവിൽ ഡിഫൻസിലെ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. സിവിൽ ഡിഫൻസ് ഫയർ സർവീസിന്റെ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന സിവിൽ ഡിഫൻസിലെ 2 വ്യക്തികളുണ്ട്. ഞങ്ങളാണ് കയറുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 7-7:30 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഇരുട്ടാണ്. 2 പ്രാവശ്യം ഞാൻ ഡ്രോണിനെ വിളിച്ചു. ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഒന്നും പറ്റുന്നില്ല. താഴെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം വല്ലപ്പോഴും അദ്ദേഹം അട്ടഹസിച്ചാലോ അല്ലെങ്കിൽ ഉറക്കെ വിളിച്ചാലോ കേൾക്കാം. എന്നാൽ മുകളിൽ യാതൊരു തരത്തിലുള്ള സിംറ്റവും അദ്ദേഹം എവിടെ കുറിച്ച് ഇതാണില്ല. നമുക്കാണെങ്കിലും അദ്ദേഹത്തെ എത്തി നോക്കാൻ പറ്റില്ല, അത് അപകടത്തിൽപ്പെടും. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. 2 പ്രാവശ്യം ഞാൻ കാരണം ഡ്രോണിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ എന്നാൽ ആ ഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഡ്രോണിൽ 2 പ്രാവശ്യം സാറ് വിളിച്ചിട്ട് ആവശ്യപ്പെട്ടു. 2 പ്രാവശ്യം ഡ്രോൺ വന്നു. ആദ്യത്തെ പ്രാവശ്യം വന്ന് തിരിച്ചുപോയി, 2ാമത്തെ പ്രാവശ്യം വീണ്ടും തിരിച്ചുപോയി. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ താഴത്തേക്ക് വീണ്ടും ഫോൺ വിളിച്ചു, എന്തുകൊണ്ടാണ് ഡ്രോൺ വീണ്ടും തിരിച്ചു പോകുന്നതാണ്, എന്തുകൊണ്ട് അടുപ്പിക്കുന്നില്ലെന്ന് ചോദിച്ചു. പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. ആ 2 പ്രാവശ്യം ഡ്രോൺ വന്നില്ല. ആർമി വന്ന സമയത്ത് ഡ്രോൺ കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. കാരണം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഡ്രോൺ കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. അത് വളരെ ആ ഡ്രോണിന്റെ സഹായത്തോടെ, കാരണം നമുക്ക് കറക്റ്റായിട്ട് കാണാമായിരുന്നു ഈ ഇറങ്ങിയ വ്യക്തി കറക്റ്റായിട്ട് ഇറങ്ങി വരുന്നു. ഇറങ്ങുന്ന നമ്മൾ ഡ്രോണിലൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ കാണുക ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്, കുറച്ച് ലെഫ്റ്റിലേക്ക് നീങ്ങണം, കുറച്ച് റൈറ്റിലേക്ക് നീങ്ങണം, ഇപ്പം ശരിയാണ്. അങ്ങനെ വളരെ കറക്റ്റായിട്ട് ആ ഡ്രോണിന്റെ സൗകര്യത്തോടുകൂടിയാണ് ശരിക്ക് അദ്ദേഹം ആ ഡയറക്ഷൻ മനസ്സിലാക്കി ഇറങ്ങി ബാബുവിൻ്റെ അടുത്തേക്ക് എത്തിയത്. ആ സമയത്ത് ഞാൻ മലയുടെ മുകളിലുണ്ട്. ആ ഒരു രക്ഷാപ്രവർത്തനത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫയർ സർവീസിന് ചെയ്യാൻ, അതായത് ആർമിയുടെ സഹായം കിട്ടിയത് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. ഫയർ സർവീസിന് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് സത്യത്തിൽ ഒരു പ്രയാസമായിട്ട് ഇപ്പോഴും തോന്നുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ അവിടെ ആവശ്യമായിട്ടുള്ള കയറടിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇന്നാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് കുറച്ചും കൂടി പിന്നെ സൗകര്യങ്ങൾ. നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം ഓർക്കുന്നത്, നിങ്ങളെ കുറിച്ച് പത്രത്തിൽ വന്ന മറ്റൊരു വാർത്തയായിരുന്നു, അന്ന് ഉയിരില്ലാതെയെങ്കിൽ അല്ലെ, ഒരു വാർത്ത വന്നു, ഇന്ന് ഉയരോടെ എന്നൊരു അതേ മലയുടെ മറ്റൊരു തൊട്ടപ്പുറത്തെ മലയിൽ മലമ്പുഴ കുന്നാച്ചി മല എന്ന് പറഞ്ഞത് തൊട്ടപ്പുറത്തുമാണ്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ വെറും പാറയല്ല, വളരെ നിബിഡമായിട്ടുള്ള വൃക്ഷങ്ങളും അതോടൊപ്പം തന്നെ കുറ്റിക്കാടുകളും പാറകളും മൃഗങ്ങളും കുറച്ചും കൂടി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വർഷമാണ് അത് 2002. അപ്പോൾ ഈ 2002 ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക രജിസ്ട്രേഷൻ IG-യുടെ മോനാണ് ആള്, ബേബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവർ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്, കാരണം അച്ഛന് ജോലി അവിടെ ആയതുകൊണ്ട് തിരുവനന്തപുരത്താണ്. അദ്ദേഹം LLB സ്റ്റുഡൻറ്റാണ്. അങ്ങനെ അദ്ദേഹം ഒരു 2-3 ദിവസത്തെ ഒരു ലീവ് കിട്ടിയ സമയത്ത് ഇങ്ങനെ ധോണിയിലാണ് അവരുടെ വീട്. അപ്പോൾ ധോണിയിലേക്ക് വരുന്നു. ധോണിയിൽ അവരുടെ കൂടെ പിന്നെ ഇതുപോലെ തന്നെ ട്രക്കിങ്ങിന് മല കയറുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അവർ വളരെ സാഹസ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു 5-6 പേര് മല കയറിയ സമയത്ത് ഏറ്റവും ടോപ്പിൽ മിക്കപ്പോഴും അവർ മല കയറിയിട്ട് ആ മല അവർക്ക് പരിചിതമാണ്. അപ്പോൾ കയറി ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ടോപ്പുള്ള ഒരു പാറക്കെട്ട് മാത്രമാണ്, ഒരു പാറ മാത്രമാണ്. ആ പാറയിലേക്ക് ഇതുവരെ അവർ കയറിയിട്ടില്ല. എനിക്ക് അവരുടെ അന്വേഷണം മനസ്സിലായതാണ്, ആ പാറയിലേക്ക് അതുവരെ ആരും കയറിയിട്ടില്ല. അപ്പോൾ ഈ ബേബി എന്ന് പറയുന്ന പയ്യൻ LLB സ്റ്റുഡൻ്റ് ആണ്. ബേബി എന്ന് പറയുന്ന പയ്യൻ പറഞ്ഞു, ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്, പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഉള്ള ആളുകൾ പറഞ്ഞു, അത് നമ്മൾ ഇതുവരെ കയറാത്തതാണ്, ചിലപ്പോൾ നമ്മൾ പിടിച്ച് കയറുന്ന കുറ്റിച്ചെടി അത്ര ബലമില്ലെങ്കിൽ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി. പക്ഷേ അദ്ദേഹം കുറച്ചും കൂടി ഒരു അഡ്വഞ്ചറസ് താല്പര്യമുള്ള ആളായതുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ കുറ്റിച്ചെടിയിൽ കയറി പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. ആ ചെടി കയ്യിൽ പോന്നു, താഴത്തേക്ക് വീഴുമ്പോൾ താഴത്തേക്ക് ഈ കല്ലുകൾ, അതായത് വ്യത്യസ്തമായിട്ടുള്ള ആകൃതിയിലുള്ള കൂർത്ത കല്ലുകളിലേക്കാണ് അദ്ദേഹം വീണത്. ആ വീണ് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 പേര് താഴത്തേക്ക് ഇറങ്ങി. ഒരാൾ ബോധരഹിതനായി, കണ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ബോധരഹിതനായിട്ട് അവിടെ തന്നെ കിടക്കുകയും ചെയ്തു. താഴത്തേക്ക് വന്നു. നീ പറഞ്ഞതുപോലെ തന്നെ 2002 കാര്യമായ റേഞ്ചൊന്നുമില്ല. താഴത്തേക്ക് എത്തി, ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഈ പറഞ്ഞതുപോലെ തന്നെ രാത്രി ഏകദേശം ഒരു 7:30 മണിക്കാണ് നമ്മുടെ ഫസ്റ്റ് ടേൺ ഔട്ട് പാലക്കാട് പോകുന്നത്. ഞാൻ പാലക്കാട് ജോലി ചെയ്യാം. അപ്പോൾ അന്ന് വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. സാധാരണയായിട്ട് ഞാൻ എന്നെ പിന്നെ ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത്, അതായത് വണ്ടിയിൽ പോസ്റ്റ് ചെയ്യും, ഞങ്ങൾ റോൾ കോൾ എന്ന് പറഞ്ഞ സമയത്ത് ഏകദേശം പിന്നെ വണ്ടിയിൽ എല്ലാവരും ഓരോ ജീവനക്കാരെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ സാധാരണ എന്നെ ഫസ്റ്റ് ടേൺ ഔട്ടിൽ, അത് ആദ്യം ഇൻസിഡന്റ് ആയി കഴിഞ്ഞാൽ, ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ പോകുന്ന വണ്ടിയിലാണ് സാധാരണ എന്നെ പോസ്റ്റ് ചെയ്യാറുള്ളത്. കാരണം ഞങ്ങളൊക്കെ യങ് ആണ്. അപ്പോൾ അന്ന് എനിക്ക് ഫുട്ബോൾ കളിച്ചതിൻ്റെ ഫലമായിട്ട് ചെറിയൊരു മസിൽ പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സാറോട് പറഞ്ഞു, റോൾ കോൾ എടുക്കുന്ന എൻ്റെ സീനിയറോട് പറഞ്ഞു, സാർ എന്നെ ഫസ്റ്റ് ടേൺ ഔട്ടിൽ പോസ്റ്റ് ചെയ്യേണ്ട, ചെറുതായിട്ടൊരു മസിൽ പെയിൻ ഉണ്ട്,
കാര്യം നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാറിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഏത് വർക്കാണ് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സാറോട് ആദ്യമേ പറഞ്ഞു, എനിക്ക് മസിൽ പെയിൻ വെൽപ്പുണ്ട്, എന്നെ ഒന്ന് സെക്കൻഡ് റൗണ്ടിൽ പോസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആ ദിവസമാണ് വൈകുന്നേരത്തെ ഒരു 7-7:30 മണിക്ക് ഈ കോൾ വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ 2 ടീം ഫസ്റ്റ് റൺ ഔട്ട് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ അവിടെ നിൽക്കുന്നു, ഒരു ലീഡിംഗ് ഫയർമാൻ അവിടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു, വേറെ ഒരു FD അത് ഫയർ റെസ്ക്യൂ ഡ്രൈവർ മാത്രമാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഒരു പോയി ഏറെക്കുറെ ഒരു 9 മണി ആയപ്പം ജില്ലാ ഫയർ ഓഫീസർ വിളിച്ചു. മരക്കാരുട്ടി സാർ എന്ന് പറയുന്ന ജില്ലാ ഫയർ ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം നേരെ സ്റ്റേഷനിലേക്ക് ലാൻഡ് ഫോണിലേക്ക് വിളിക്കുന്നു. ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു, ലീഡിംഗ് ഫയർമാന് ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് നിൽക്കാം. അപ്പോൾ സാറ് പറയുന്നത് എങ്ങനെയാണ്, അത് ജില്ലാ ഫയർ ഓഫീസർ പറയുന്നത് എങ്ങനെയാണ്, അന്ന് അസിസ്റ്റന്റ് ഡിവിഷൻ ഓഫീസർ റേഡിയോ എന്നാണ് പറയാം. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ചിറ്റൂരിൽ നിന്നൊരു ടീം കൂടി വരേണ്ടി വരും, കാരണം നമ്മുടെ ടീമിന് എത്താൻ പറ്റിയിട്ടില്ല, കയറാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ചിറ്റൂരിൽ നിന്നൊരു ടീമിനും കൂടി വരുത്തേണ്ടി വരും, അവരോട് ഭക്ഷണം കഴിച്ച് റെഡിയായി നിൽക്കാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഫോൺ കട്ട് ചെയ്യുന്നു, ലീഡിംഗ് ഫയർമാൻ നേരെ ചിറ്റൂരിലേക്ക് വിളിക്കുന്നു. ഇങ്ങനെ ജില്ലാ ഫയർ ഓഫീസർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ച് റെഡി ആയിട്ടിരിക്കുക, ഇനി അടുത്ത വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഉടനെ പുറപ്പെടണം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ജില്ലാ ഫയർ ഓഫീസർ പാലക്കാട്ടേക്ക് തന്നെ വിളിക്കുന്നു. അപ്പോൾ പറയുന്നത് ചിറ്റൂരിൽ നിന്ന് പിന്നെ ക്രൂവിനായിട്ട്, അതായത് ടീമിനായിട്ട് ചെല്ലാനല്ല, മറിച്ച് ജീപ്പിൽ നാസറിനെയും കയറ്റി വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ആ വർക്ക് ചെയ്യാൻ നിമിത്തമാകുന്നത്. അങ്ങനെ ഞാൻ പോയി അവിടെ എത്തുന്ന സമയത്ത് ഈ മലയുടെ ചുവട്ടിൽ ഒരു 100 ആളുകളാണ്, പോലീസ് സേന, അതുപോലെ തന്നെ നമ്മുടെ ടീം, നാട്ടുകാർ, ഹൈ പ്രൊഫൈൽ കേസ്. അപ്പോൾ അങ്ങനെ ഒരു കേസും കൂടി ആയതുകൊണ്ട് പിന്നെ ധാരാളം ആളുകളുണ്ട്. ഈ പാതിരാക്ക് 9-9:30 മണിക്കും അവിടെ ധാരാളം ആളുകൾ, ഒരാൾ പോലും പിരിഞ്ഞു അതെ അവിടെ നിൽക്കണം. മാത്രമല്ല ഈ ധോണി എൻ്റെ തൊട്ടടുത്ത സ്ഥലമാണല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുന്നു. അപ്പോൾ ജില്ലാ ഫയർ ഓഫീസർ എന്നോട് പറഞ്ഞു, നമ്മളുടെ ടീമുകൾക്ക് കയറാൻ പറ്റുന്നില്ല, കാരണം നല്ല റിസ്ക്കാണ് കയറാൻ, ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്, വഴുക്കാണ്, കയറും തോറും വഴുക്കാണ്, ചതുപ്പ് പോലെയാണ്. അപ്പോൾ വേറെ കയറുന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടി വേണം പോകാൻ, ഇതാണെങ്കിൽ പെട്ടെന്ന് എത്താം. ഒരാൾ മരിച്ചു കിടക്കുന്ന അടുത്ത മറ്റാൾ ജീവനോടെ ഉണ്ട്. അങ്ങനെയാണ് സാഹചര്യം. അങ്ങനെ ഞങ്ങൾ കയറുന്നു. അപ്പോൾ കയറുന്ന സമയത്ത് എൻ്റെ കൂടെ വേറെയും എൻ്റെ ഫോഴ്സിൽ തന്നെ 3 സഹപ്രവർത്തകരുണ്ട്. പിന്നെ മല കയറി പരിചയമുള്ള ഒരു 3-4 ധോണിയിലെ പയ്യന്മാരുണ്ട്. അവർ കയറുന്നവർ, അവർക്ക് ധൈര്യമാണ്. പക്ഷെ അവർ ഞങ്ങളിൽ ആരെങ്കിലും വേണം, ഒന്നുകിൽ ഫയർഫോഴ്സ് അല്ലെങ്കിൽ പോലീസുകാർ ഒരാളെങ്കിലും കൂടെ വേണം, അല്ലെങ്കിൽ അവർ കയറില്ല. അതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ നമ്മുടെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം അവർ കയറിയിട്ട് രക്ഷപ്പെടുത്താണെങ്കിൽ പ്രശ്നമല്ല, നമുക്ക് മറ്റ് സഹായങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അവർക്ക് ജീവനോടെ ഉള്ള ആളാണെങ്കിൽ കൊണ്ടുവരാം, പക്ഷേ അപ്പോഴും അവർക്ക് മറ്റൊരാളോട് മാത്രമല്ല, അവർക്ക് ഇങ്ങനെ കയറി ഒറ്റയ്ക്ക് പോകാൻ, ഈ 4 പേരുണ്ടെങ്കിലും അവർക്ക് അതൊരു ഫോഴ്സിന്റെ സഹായം അല്ലാതെ ഒരാളുടെയെങ്കിലും സഹായം ഇല്ലാതെ പോകാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഞങ്ങൾ ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജില്ലാ ഫയർ ഓഫീസറിനോട് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെയാണ്, അപ്പോൾ നമ്മൾ എന്തായാലും കയറി പറ്റുള്ളൂ, അപ്പോൾ ഇത് നമ്മളുടെ സേനയെ രക്ഷിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്, നാസറിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് അറിയാം, പക്ഷേങ്കിലും നമുക്കൊന്ന് കഴിയൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പാരലായിട്ടുള്ള സ്ഥലത്ത് നിന്ന് യാത്ര തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ സേനയിൽ തന്നെ യൂണിഫോം സേന ഫയർ സർവീസിൻ്റെ ജീവനക്കാർ 3 പേരുണ്ട്. കുറച്ച് പേര് എത്തി. അങ്ങനെ നടന്ന് കയറ്റം തുടങ്ങിയതിലേക്ക് ഈ 3 പേരും പിൻവാങ്ങി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ഒരു പ്രയാസകരമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ അവർ പിൻവാങ്ങി. ഞാൻ പിന്നെയും തുടർന്ന് കയറാം. എൻ്റെ കൂടെ 4 പേരും ഉണ്ട്. അപ്പോൾ ഫോഴ്സും ഞാൻ മാത്രമാണ്. കുറച്ചുകൂടി കയറുമ്പോൾ ഇവര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നോട്, സാറിന് കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങാം, ഇനി മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്കും മേൽപോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യം വരും, അതുകൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങും, സാറിന് പറ്റുമെന്ന് കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു കോൺഫിഡൻസ്, ഞാൻ പറഞ്ഞു നിങ്ങൾ കയറുമെങ്കിൽ ഞാനും കയറും. കാര്യം ഒന്നും നല്ല പ്രായമാണല്ലോ, ഏകദേശം 2002 എന്ന് പറയുമ്പോൾ ഫുട്ബോളും ക്രിക്കറ്റും മറ്റേ അതറിയാലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്തായതുകൊണ്ട് ഫിസിക്കലി ഫിറ്റാണ്, മാനസികമായിട്ട് വളരെ കോൺഫിഡൻസ് ആണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ കയറുമെങ്കിൽ ഞാനും കയറും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, ഈ പറഞ്ഞ ലാഘവത്തോടുകൂടിയല്ല, വളരെ കഷ്ടപ്പെട്ടിട്ട് കുറച്ച് നമ്മൾ കയറുമ്പോഴത്തേക്ക് പിന്നെയും താഴത്തേക്ക് തന്നെ വരും. അങ്ങനെ ഏകദേശം 1:45 അർദ്ധരാത്രി ഞങ്ങൾ മുകളിലേക്ക് എത്തുന്നത്. വളരെ റിസ്ക് എടുത്തിട്ട് വേഗം എത്തുന്ന മാർഗത്തിലൂടെയാണ് ഈ പോയത്. അങ്ങനെ 1:45 ഞാൻ ബോഡി കണ്ടു. ബോഡിയെ പറയുമ്പോൾ അത് ഈ കല്ലിലേക്ക് വീണിട്ട് ബോഡിയുടെ ഷേപ്പൊക്കെ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. കണ്ട പേടിക്കുന്ന രീതിയിലാണ്. ഞാനൊന്ന് കണ്ടു. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ധൈര്യം ചോർന്നു പോകുന്നതായി തോന്നി. ഇവർ കണ്ട്, എൻ്റെ കൂടെയുള്ള പയ്യന്മാരും കണ്ടപ്പോൾ അവർ പെട്ടെന്ന് പേടിച്ചിട്ട് അടുക്കുന്നില്ല. അപ്പം ഞാൻ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 15 മിനിറ്റ് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക ചെയ്യുന്നത്. 100 ആളുകളാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്, നമ്മൾ ഇവരെയും കൊണ്ട് ചെല്ലുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നമുക്ക് കഴിയണം, എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല, അതുകൊണ്ട് നിങ്ങളത് എടുത്ത് പുറത്തേക്ക് വെച്ച് നമുക്ക് എല്ലാവരും കൂടി കൊണ്ടുപോകാം എന്ന് പറഞ്ഞൊരു 10-15 മിനിറ്റ് ഒരു അവയർനെസ് അവർക്ക് കൊടുത്തതിന് ശേഷമാണ് അവർ തയ്യാറാകുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളെ എല്ലാവരും കൂടി പിടിച്ചിട്ട് പാരലായിട്ടുള്ള സ്ഥലത്തേക്ക് വെക്കുന്നു. അവിടെ വെച്ച് ഇവരുടെ കയ്യിൽ, ഒരാളുടെ കയ്യിൽ
നല്ലൊരു കത്തി ഉണ്ടായിരുന്നു. അത് ഞാൻ മേടിച്ചിട്ട് വള്ളിയും അതുപോലെ തന്നെ കമ്പൊക്കെ വെട്ടി ഒരാളൊരു കാവി തുണി എടുത്തിരുന്നു. അതെടുത്തിട്ട് ഒരു സ്ട്രക്ചറാക്കി അദ്ദേഹത്തെ ഈ മരിച്ച ആളെ അതിലേക്കും ഈ ബോധരഹിതനായിട്ടുള്ള ആള് നടക്കാൻ ശരിക്കും പറ്റുന്നില്ല, വെച്ചാണ് അത് നടക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ചുമലിൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ മാറി മാറി സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് വരുന്നു. താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ കയറിയ ഭാഗത്തു കൂടെ തന്നെ താഴത്തേക്ക് വരാൻ കഴിയില്ല, മറ്റു ഭാഗത്തു കൂടെയാണ് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഞങ്ങൾ പിന്നീട് താഴത്തേക്ക് എത്തുന്നത്. ഏകദേശം അതായത് ഞങ്ങൾ ഒരു 1:30 മണി 1:45 അവിടെ എത്തിയത്. 1:45 എത്തിയിട്ട് ഏറെക്കുറെ ഒരു 2-2:30 മണിക്ക് ഞങ്ങൾ അത് കംപ്ലീറ്റ് അതിൻ്റെ കട്ടിലും അതുപോലെ തന്നെ കൊണ്ടലും തുടങ്ങി. രാവിലെ എത്തുമ്പോൾ 6:45 മണി 7 മണിക്കാണ്. രാവിലെ താഴത്തെത്തുമ്പോൾ 7 മണിയുണ്ട്. അപ്പം അത്രയും സമയം നമ്മൾ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചാണ് താഴത്തേക്ക് എത്തുന്നത്. അപ്പം അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വർക്കാണ്. കാര്യം അവിടെ ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞു, മറ്റൊരാളുടെ ബോഡി ആണെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ നമ്മളുടെ സേനയുടെ യശസ് ഉയർത്തുന്ന രീതിയിൽ, മാനം കാക്കുന്ന രീതിയിലുള്ള ആ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ സേനയുടെ യശസ് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അവാർഡുകൾ. ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പാലക്കാട് ഫാമിലി ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ ഫാമിലി ക്ലബ്ബ് അവാർഡ് തന്നു. ജില്ലാ റോട്ടറി ക്ലബിൻ്റെ അവാർഡ്, ലയൺസ് ക്ലബിൻ്റെ അവാർഡ് കിട്ടി. അതിനുശേഷമാണ് പിന്നീട് 2017 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അവാർഡ്. ആ അവാർഡിന് പരിഗണിക്കുന്നത് മൊത്തത്തിലെ സേവനമാണോ അതോ പെർട്ടിക്കുലർ സേവനമാണ്? മൊത്തത്തിലെ സേവനത്തിൽ നമ്മുടെ പെർഫോമൻസ് നോക്കും. അതോടൊപ്പം തന്നെ പെർട്ടിക്കുലർ ആയിട്ട് സേവനം നടത്തി കഴിഞ്ഞാൽ, ഇത്ര രക്ഷാപ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് കിട്ടും. ഗുഡ് സർവീസ് സെന്ററിൽ അപ്പോൾ ഓരോ വർക്കും റിവാർഡ്. ആ റിവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ സിമ്പിൾ അല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്യുന്നു, സിമ്പിള് നിങ്ങൾ ചെയ്യുന്ന ജോലി സിമ്പിൾ അല്ല. അപ്പോൾ റിവാർഡ് അതിനേക്കാൾ പ്രയാസമാണ്. കാര്യം നമ്മൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പത്രക്കാര് ഏറ്റെടുത്ത് പത്രത്തിൽ വരണം. ആ പത്ര കട്ടിങ്ങും വാർത്തയും സഹിതം അത് ആരാണ് ഇറങ്ങിയത്, ഒരു കിണറിലെ ആഴമുള്ള കിണറിലാണെങ്കിൽ ആ കിണറിൽ ഇറങ്ങിയത് ആരാണ് എന്നതടക്കം ശ്രദ്ധിച്ച് പിന്നീടാണ് നമ്മുടെ ഓഫീസറിലേക്ക് ഇത് സ്റ്റേഷനിൽ നിന്ന് പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് പത്ര കട്ടിങ് ഉണ്ട്, അതിനകത്ത് ഇറങ്ങി പിന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള പേരും അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരും ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് നേരെ ജില്ലാ ഫയർ ഓഫീസറിലേക്കും അവിടുന്ന് റീജിയണൽ ഫയർ ഓഫീസറിലേക്കും പോകുന്നു. അവിടെ നിന്ന് നേരെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയിട്ടാണ് നമുക്കൊരു റിവാർഡ് പാസ്സാകുന്നത്. അത്രയും പ്രൊസീജിയറാണ്. അത് നമ്മൾ സിമ്പിളായിട്ട് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവാർഡായിട്ട് മാറില്ല. ഇത്രയും പ്രൊസീജിയർ കഴിഞ്ഞ ശേഷമാണ് ഒരു റിവാർഡ് കിട്ടുന്നത്. അങ്ങനെ 35 റിവാർഡ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് രാഷ്ട്രപതി അവാർഡ് കിട്ടുന്ന സമയത്ത് തന്നെ 27-28 റിവാർഡുകൾ. രാഷ്ട്രപതി അവാർഡ് 2021 2017 മുഖ്യമന്ത്രിയുടെ മെഡലും കിട്ടി. 2021 ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ മെഡലും കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് എൻ്റെ നെഞ്ചിൽ തൊട്ട് പറയാലോ, അതിന് അർഹതയുള്ള വർക്കുകൾ ഞാൻ രക്ഷാപ്രവർത്തനം. ഞാനിപ്പോൾ ആലോചിച്ചത് മറ്റൊരു കാര്യമാണ്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ട്യൂഷൻ സെന്ററിലൊക്കെ വരുന്ന മുത്തുമാഷ്, ഇപ്പൊ അലനല്ലൂർ സംബന്ധിച്ചിടത്തോളം നാസർ പി എന്നുള്ള ഒരാളെ ചോദിച്ചാൽ ആർക്കും അറിയാൻ സാധ്യതയില്ല. പക്ഷെ എല്ലാവർക്കും മുത്തുമാഷ് എന്ന് ചോദിച്ചാൽ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന മുത്തുമാഷ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാഷേ അറിയുള്ളൂ. എല്ലാവരും മാഷേ തന്നെയാണ് എപ്പോഴും വിളിക്കാറുള്ളത്. അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ കിണറിലിറങ്ങുക, മല കയറുക, അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ള ശാരീരികമായും മാനസികമായിട്ടും ഒരുപാട് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ളൊരു ജോലി ചെയ്യുന്നു. ഒരുപക്ഷെ ആ മുത്തുമാഷ് എന്ന ആ പ്രൊഫൈല് തന്നെ ഉപയോഗിച്ച് ഒരു അധ്യാപകനാകുകയായിരുന്നെങ്കിൽ ഇത്രയൊന്നുമില്ല, ഒരു കറക്റ്റ് ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത്രത്തോളം ശാരീരികമായ അധ്വാനം കുറയും, ഒരുപക്ഷെ മാനസികമായിട്ടും കമ്പാരിറ്റീവ്ലി കുറയാൻ സാധ്യതയുള്ള ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ജോലി തിരഞ്ഞെടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇത് വേണ്ട, ഞാൻ വേറെ എങ്ങോട്ടും വേറെ എന്തെങ്കിലും ജോലി നോക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടല്ലോ? അത് ഒരു നല്ല സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ബാബു എന്നോട് ചോദിച്ചത്. ഞാൻ സത്യത്തിൽ ഇതിന് മാത്രമല്ല അർഹൻ. അതായത് ഫയർ സർവീസിൽ അന്ന് 10ാം ക്ലാസ്സാണ് യോഗ്യത, ഇപ്പോഴാണ് +2 ആക്കിയത്. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട ആളല്ല ഞാൻ. കാര്യം അന്ന് തന്നെ ഞാൻ ഡിഗ്രിയും പിന്നെ അതുപോലെ തന്നെ B.Ed കഴിഞ്ഞാണ്. B.Ed 96 കഴിഞ്ഞതിന് ശേഷമാണ് 97 എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ എൻ്റെ വീട്ടുകാരും എൻ്റെ ജ്യേഷ്ഠന്മാരും ഒക്കെ അധ്യാപകനാവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ തുടക്കത്തിൽ ആദ്യം തന്നെ എനിക്കൊരു PSC കിട്ടി. അപ്പോൾ അതിൽ കയറുക സ്വാഭാവികമായിട്ടും ചെറിയൊരു ആശങ്ക വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു. കാര്യം ഇത് ചെയ്യാൻ പറ്റുമോ? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു കുഴിയിൽ പോലും നോക്കാത്ത ആളാണ്. എന്നെ പഠിക്കാൻ വിട്ടിട്ട് അത് ഞാൻ അത്ര വലിയ ഒരു കഠിനമായിട്ടുള്ള ജോലി ചെയ്യുന്നതല്ല. ഹോട്ടൽ നടത്തിയിരുന്ന സമയത്ത് ഹോട്ടലൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ പിന്നെ ട്യൂഷൻ സെന്ററിലേക്ക് വന്നു, അങ്ങനെയൊക്കെ ചെയ്തു എന്നല്ലാതെ. പക്ഷേ ഇതുപോലെയുള്ള ഇപ്പോൾ ഡെഡ് ബോഡി കാണുകയോ, ഞാൻ പറഞ്ഞു സാധാരണ മരണപ്പെട്ട ഒരു ഡെഡ് ബോഡി കാണാൻ പോലും പോകാൻ പേടിയായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഒരു സാഹചര്യം വീട്ടുകാർക്കും അറിയാം. അപ്പോൾ കഴിയുമെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ എന്തായിരുന്നാലും ഈ ജോലി ജോയിൻ ചെയ്യണം, ആദ്യം കിട്ടിയതാണല്ലോ, പിന്നെ വേറെ എന്തെങ്കിലും കിട്ടുമ്പോൾ മാറാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കണ്ണൂരിലേക്ക് വണ്ടി കയറി. കണ്ണൂരിലാണ് സ്റ്റേഷൻ ട്രെയിനിങ്, ആദ്യത്തെ ട്രെയിനിങ്, ബേസിക് ട്രെയിനിങ് പോലെ തന്നെ അതേപോലെ തന്നെ 1 വർഷത്തെ ട്രെയിനിങ് ആണ്. അതിൽ ഒരു 6 മാസത്തെ ബേസിക് ട്രെയിനിങ്, 6 മാസത്തെ സ്റ്റേഷൻ ട്രെയിനിങ്,
2 കേന്ദ്രങ്ങൾ വെച്ചിട്ടാണ്. ഇത്തരത്തിലുള്ള കായികമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും എല്ലാം ഉണ്ട്. PT, പരേഡ്, അതുപോലെ തന്നെ ഡ്രില്ല്, എല്ലാ സംഗതികളും ഉണ്ട്, ക്ലാസ്സുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ക ട്രെയിനിങ് ആണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമുക്ക് ട്രെയിനിങ് സെന്റർ ഉണ്ട്. അന്ന് ട്രെയിനിങ് സെന്റർ ഇല്ല, ചില സ്റ്റേഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. ഇന്ന് അങ്ങനെ അക്കാഡമിയിൽ, രാമവർമ്മപുരത്ത് അക്കാഡമിയിൽ ഫയർ സർവീസിൻ്റെ എല്ലാ സൗകര്യങ്ങളുള്ള ഉജ്ജ്വലമായിട്ടുള്ള എല്ലാ ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അക്കാഡമി പ്രവർത്തിക്കുന്നുണ്ട്. സിവിൽ ഡിഫൻസ് അക്കാഡമി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സംവിധാനങ്ങളൊക്കെ ധാരാളമായി, ഉപകരണങ്ങളും അതുപോലെ തന്നെയാണ്. ഇന്ന് ഞങ്ങൾ കയറുന്ന സമയത്ത് ഒന്നുമില്ല. ഒരാൾ തമാശയോടെ പറയണ്ടായി, ഞങ്ങളുടെ ഒരു ഓഫീസർ, ഞങ്ങളൊക്കെ കയറുന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ കൊട്ടേഷൻ ടീം പോകുന്ന പോലെയാണെന്നുള്ളത്. കാരണം മടാക്കത്തെയും കുന്തവും തീർച്ചയായിട്ടും അത് നമുക്ക് തന്നെ അറിയാം. പണ്ടൊക്കെ ഒരു മരം വെട്ടാൻ വന്ന ഇപ്പൊ വന്ന് ഇപ്പൊ സ്റ്റില്ലിന്റെ ഒക്കെ ചെയിൻസോണ് ഇപ്പൊ ഉള്ളത്. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യത്തിന് നമ്മൾ മുഴുവനാക്കിയില്ല ഉത്തരം, പക്ഷെ അതിന്റെ ഇടയിൽ കാര്യം ചെയ്തിട്ട് നമ്മൾ ഒരു സമയത്ത് ഈ നിങ്ങളുടെ ഈ പ്രൊഫഷനൊക്കെ ട്രോളായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള ട്രോളുകൾ. കാരണം നിങ്ങൾ കയ്യിൽ കുടുങ്ങിയ മോതിരം കുട്ടികളെ രക്ഷപ്പെടുത്തുക, കിണറ്റിലൂടെ പശുവിനെ രക്ഷപ്പെടുത്തുക. പക്ഷെ ഞാനതൊക്കെ വളരെ പോസിറ്റീവ്. കാരണം എന്തൊരു ജീവനും ഒരു വില ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു പൂച്ചയാണെങ്കിൽ പോലും അതിനെ രക്ഷിക്കുക എന്നുള്ളൊരു ഒരു കിണറിൽ ഇറങ്ങുക, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ. പക്ഷേ ദിവസങ്ങളോളം പഴക്കം ചെന്ന ഡെഡ് ബോഡികൾ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു ആശങ്ക ഉണ്ട്. ഒരു മരിച്ചയാളുടെ ബോഡി കാണാൻ പോലും പോവാത്ത ഒരാള് ഇതൊക്കെ ഇത്ര കഠിനഹൃദയം എന്നല്ല, മനസ്സിന് കുറച്ചൊക്കെ കട്ടി വരുത്തിയത് എങ്ങനെയാണ് ഈ ട്രെയിനിങ് കൊണ്ട് തന്നെ? ട്രെയിനിങ് ആണ്. പിന്നെ ഈ സ്റ്റേഷൻ ട്രെയിനിങ് സമയത്ത് നമുക്ക് 6 മാസം ബേസിക് ട്രെയിനിങ്, PT, പരേഡ്, ഡ്രില്ലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് പരുവപ്പെടുത്തിയെടുക്കുകയാണ്. അത് കഴിഞ്ഞ് 6 മാസം, അതായത് 1 വർഷത്തെ ട്രെയിനിങ്, 6 മാസം സ്റ്റേഷൻ ട്രെയിനിങ് ആണ്. നമ്മളൊരു സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യും. അതിപ്പോൾ നമ്മളെ ശമ്പളം ലഭിക്കുന്ന സ്റ്റേഷനിലല്ല, അല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യും. അവിടെ നിന്ന് സാധാരണ മറ്റ് സീനിയേഴ്സിൻ്റെ കൂടെ നമ്മൾ ഈ ഡ്യൂട്ടിക്ക് പോകും. കിണറിൽ ഇറങ്ങാനും വ്യത്യസ്തമായ തീപിടുത്തത്തിനും. ഈ 6 മാസം സ്റ്റേഷൻ ട്രെയിനിങ്ങിൽ ഇതാണ് നമ്മൾ പഠിക്കുന്നത്. സീനിയേഴ്സ് എന്താണോ ചെയ്യുന്നത് അത് കണ്ടുപിടിക്കുക. അപ്പം തന്നെ നമ്മൾ കാണാൻ തുടങ്ങി. 6 മാസം കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മൾ കാണാൻ തുടങ്ങി. ഇതുപോലെ തന്നെ ബാബു ചോദിച്ച പോലെ തന്നെ പഴക്കമുള്ള ബോഡികൾ, അതോടൊപ്പം തന്നെ ചിന്ന ഭിന്നമായിട്ട് കിടക്കുന്ന ശവശരീരങ്ങൾ, ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ തലയും മുടലൊക്കെ വേറെ കിടക്കുന്ന സാമഗ്രികൾ, തീപ്പൊള്ളി, തലശ്ശേരി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് സ്റ്റേഷനിൽ നടക്കുന്ന സമയത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു സ്ത്രീ സ്വയം തീ കൊളുത്തുണ്ടായി, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുണ്ടായി. അതിന് മെസ്സേജ് കിട്ടിയിട്ട് തൊട്ടടുത്താൽ ഞങ്ങൾ ചെന്നപ്പോൾ വാതിലിൻ്റെ കുളിമുറിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞ് ആളി കത്തിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് കുളിമുറിയുടെ വാതിൽ തുറന്നപ്പോൾ, കാരണം ഇവര് ആത്മഹത്യ ചെയ്യുന്ന സമയത്തുള്ള രീതി അല്ലല്ലോ, പിന്നീട് കത്തിക്കഴിഞ്ഞപ്പോൾ വെപ്രാളപ്പെട്ടിട്ട് ഓടുകയാണ്. മുമ്പിൽ കണ്ടതിനൊക്കെ, അതായത് ഇടിച്ചും കെട്ടിപ്പിടിച്ചൊക്കെയാണ്. കാരണം രക്ഷപ്പെടാനുള്ള ഒരു ത്വരയാണല്ലോ പിന്നെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്. കാരണം പിന്നെ ഇവിടുത്തെ പോലെ ഒന്നല്ല, പാലക്കാടിനൊക്കെ അപേക്ഷിച്ച് ഇരട്ടി, മലപ്പുറത്തേക്ക് അപേക്ഷിച്ച് ഇരട്ടി ആഴമുള്ള കിണറാണ് തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ് ആഴമുള്ള കിണറുകളാണ്. അപ്പോൾ അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഏറെക്കുറെ പിന്നീടാണ് നമ്മൾ പാലക്കാട് വന്നിട്ട് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതിൽ സജീവമായിട്ടുള്ള പങ്കാളിത്തം നയിക്കും. അപ്പോൾ ഈ സ്റ്റേഷൻ കഴിയുന്ന സമയത്ത് സീനിയേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ കണ്ടു. അന്നത്തോടു കൂടിയിട്ട് അറപ്പുകൾ ഏകദേശം എല്ലാം മാറിയിട്ടുണ്ട്. പാലക്കാട് വന്നതിന് ശേഷം നാഷണൽ ഹൈവേയിലൊക്കെ നിരന്തരം ആക്സിഡൻറ്റുകൾ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ചില ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വന്നല്ലോ, നിരന്തരം ആക്സിഡൻറ്റുകൾ. 5 ആൾ 6 ആളൊക്കെ വാഹനാപകടത്തിൽപ്പെടുന്നു അർദ്ധരാത്രി. അങ്ങനെ നമ്മൾ ചെല്ലുന്നു. പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉടൽ വേറെയും തല വേറെയുമായിട്ട് അതെല്ലാം എടുക്കുക. ചില ബോഡി പാർട്സുകളാണ് നമ്മൾ എടുക്കുക. ചിലത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ അപ്പം തോന്നിയിട്ടുണ്ട് ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഒക്കെ ഇവർ വിളിച്ചിരുന്നെങ്കിൽ, മെസ്സേജ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എത്താമായിരുന്നു. ഒരു പക്ഷേ കാര്യം ആദ്യത്തെ ഏതൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാലും ആദ്യത്തെ 1 അവർ എന്ന് പറയുന്നത് ഗോൾഡൻ അവറാണ്. ഈ ഗോൾഡൻ അവറിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിയും. അതിൻ്റെ താഴത്തുള്ള ഹാഫ് അവർ ആണെങ്കിൽ ഉടൻ ഹാഫ് അവർ. പിന്നെ അതിൻ്റെ താഴത്തുള്ള ഓരോ മൂമെൻറ്റും ഡയമണ്ട് മൂമെൻറ്റ്സ് ആണ് നമ്മെ സംബന്ധിച്ചുള്ള ഓരോ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഡയമണ്ട് മൂമെൻറ്റ്സ്. അപ്പോൾ എത്ര സമയം നമുക്ക് കുറഞ്ഞു കിട്ടുന്നു, അതായത് എത്ര എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നുവോ അതിനനുസരിച്ച് സ്വയം മറന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ പാലക്കാട് പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തതാണ് ഈ കിണറിലും കുഴികളിലും സെപ്റ്റിക് ടാങ്കിൽ വരെ പശുക്കൾ പെടുന്നുണ്ട്. അവിടെ പല ആളുകളുടെയും ജീവിതോപാധി എന്ന് പറയുന്നത് ഉപജീവനമാർഗം. പാവപ്പെട്ട സ്ത്രീകൾ. അപ്പോൾ ഇവർ 1-2 പശുക്കളുണ്ടാകും, ചിലപ്പോൾ 1 പശു മാത്രമേ ഉണ്ടാവുള്ളൂ. 2-3 കുട്ടികളുടെ പോറ്റാനും അവരുടെ വിവാഹവും അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ ഈ പശുവിൻ്റെ പാല് വിറ്റിട്ടാണ്. ധാരാളം പശുക്കൾ കിണറിൽ വീഴുന്ന ധാരാളം വർക്കുകൾ അതായത് ഏറ്റവും കൂടുതൽ ഈ പശുക്കളെ രക്ഷിക്കുന്ന വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടാണ്. കാര്യം അവിടെ കിണർ, സെപ്റ്റിക് ടാങ്കിലൊക്കെ നമ്മൾ ഒരു മടിയും കൂടാതെ ഇറങ്ങിയിട്ടുണ്ട്. ഡിഗ്രി ആണോ BEd ആണോ എന്നൊന്നും നോക്കിയിട്ടില്ല. എല്ലാ സെപ്റ്റിക് ടാങ്കിലും നമ്മൾ ഇറങ്ങിയിട്ട് പശു രക്ഷിച്ചിട്ടുണ്ട്. രക്ഷിക്കാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യമാണ്. കാരണം ഇവരുടെ ജീവിതമാണ് ഈ പശു എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ വളരെ, ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ആധുനിക ഉപകരണങ്ങളൊന്നുമില്ല.
നമ്മൾ മാനുവലായിട്ട് ചെയ്യാണ്. ചില കരിങ്കൽ കെട്ടുകളൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ എടുത്ത് മാറ്റി ഓരോന്ന് മുകളിലേക്ക് കയറ്റിയിട്ട് ആ പശുവിനെ കയറാൻ ആവശ്യമായിട്ടുള്ള വിസ്താരം ഉണ്ടായി ഹോസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് പശുവിനെ കെട്ടി മുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു സംതൃപ്തി. ഞാൻ ഈ ജോലിയിൽ നിന്ന് മാറാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ഞാൻ പറയുന്നത്. നമുക്ക് അവിടെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ, ഈ കർഷകരുണ്ടല്ലോ, അവരുടെ ജീവിതമാണത്. അപ്പോൾ അവർക്ക് ഇത് നമ്മൾ ജീവനോട് അവിടെ കൊടുക്കുന്ന സമയത്ത്, ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു പുഞ്ചിരിയുണ്ട്. ഒരു സ്ത്രീ ഒരു പ്രാവശ്യം എനിക്ക് ഇതുപോലെ തന്നെ കല്ലൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ട് ഏറെക്കുറെ 5-6 മണിക്കൂർ പണിയെടുത്തതിന് ശേഷമാണ് വിയർത്തിങ്ങനെ ഒലിക്കുകയാണ്. വേറെ ഒരു പാലക്കാട് ചൂടും. നമ്മൾ ഈ പശുവിനെ എടുത്ത് കൊടുക്കുമ്പോൾ ആ സ്ത്രീ മുഷിഞ്ഞ 10-ന്റെയും 20-ന്റെയും നോട്ടുകൾ എൻ്റെ കയ്യിലിട്ടിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ ഇത് വാങ്ങണമെന്ന് പറഞ്ഞു. ഇങ്ങനെ വെച്ച് തന്നിട്ട് ഇത് വാങ്ങണമെന്ന് പറഞ്ഞു. കാര്യം എനിക്ക് ഇതല്ലാതെ മറ്റൊന്നുമില്ല. എൻ്റെ കുട്ടികളുടെ കഞ്ഞിയാണ് എനിക്ക് തിരിച്ചു തന്നത്, എൻ്റെ ജീവിത മാർഗമാണ് എനിക്ക് തിരിച്ചു തന്നത്, എനിക്കിത് അല്ലാതെ മറ്റു മാർഗ്ഗമല്ല എന്നാണ്. ഞാൻ സന്തോഷത്തോടു കൂടി അത് നിരസിച്ചു. കാരണം നമുക്ക് അത്തരത്തിൽ യാതൊന്നും വാങ്ങിക്കാൻ പാടില്ലല്ലോ, പണമോ പാരിതോഷികമോ ഒന്നും. നമുക്ക് മാത്രമല്ല, നമ്മളുടെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ആ രീതിയിലാണ്, പാവപ്പെട്ടവനെ സഹായിക്കാണ്. അപ്പോൾ ഞാൻ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു, ഞാൻ വാങ്ങിയെന്ന് വിചാരിക്കുക, ഒരു കാര്യം ചെയ്തു, അത് ഇതുകൊണ്ട് എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ, ആ പശുവിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എത്രയാണെങ്കിലും അത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ മറ്റൊരു ഉത്തരം കൂടി ഉണ്ട്. നമ്മൾ നേരത്തെ ട്രോളന്മാരെ കുറിച്ച്, ട്രോളുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ഇതൊരു പശു മാത്രമായിരിക്കും. നമ്മൾ പറഞ്ഞൊരു പോയിന്റ്, അവർക്ക് ഇതുപോലെ ഒരു പശു മാത്രമാണ്. പക്ഷെ അതിനെ വളർത്തുന്ന ആളെ സംബന്ധിച്ചുള്ള അവരുടെ കുടുംബത്തിന്റെ വരുമാനം, അവരുടെ ജീവിത മാർഗ്ഗമാണ്, ഉപജീവന മാർഗ്ഗമാണെന്ന് പറയുമ്പോൾ അതിന് എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് ഓർമ്മകളിൽ ഇപ്പോഴും വേട്ടയാടുന്ന ഒരുപാട് ഓർമ്മകളുണ്ടാവും തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നമുക്ക്, എനിക്ക് തോന്നുന്നു ദിവസങ്ങളോളം പറഞ്ഞു. പട്ടിമാളത്തെ അട്ടപ്പാടിലെ പട്ടിമാളത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അത് ഞാൻ എടുത്തു പറയാൻ കാര്യം, വെള്ളപ്പൊക്കത്തിൽ 2018 വെള്ളപ്പൊക്കം ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഔദ്യോഗികമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. എന്താണ് എന്ന് അറിയുന്നില്ല. അപ്പം കാര്യം പക്ഷേ ഫ്ലഡ് തുടങ്ങി. പക്ഷെ അത് ഫ്ലഡിലേക്ക് പോകുന്നു. കാര്യം നൂറ്റാണ്ടിലെ ഈ ഫ്ലഡ് ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കങ്ങനെ ഇതുപോലെ തന്നെ ഒരു 5 മണിക്ക് ശേഷമാണ്, വൈകുന്നേരത്തെ 5 മണിക്ക് ശേഷം മണ്ണാർക്കാടാണ് വർക്ക് ചെയ്യുന്നത്. മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിലേക്ക് അന്ന് നമ്മളുടെ IPS ഇന്ന് മലപ്പുറത്ത് നേരത്തെ ഉണ്ടായിരുന്ന സുജിത് സാറാണ്. അപ്പോൾ അദ്ദേഹം ആണ് അവിടെ ചാർജ്. അപ്പോൾ അകളിൽ നിന്ന് അദ്ദേഹം വിളിക്കുന്നു, മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. അവർ ഏകദേശം 5:15 വിളിട്ട്. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു, അപ്പോൾ നിങ്ങൾ ഉടനെ എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണ് ചാർജ്. വൈകുന്നേരത്തെ ഓഫീസ് ഒരു 5 മണിക്ക് പോയി, 5:15 കോള് വരുന്നത്, ഞാനാണ് ചാർജ്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ വണ്ടിയിൽ കയറിയിട്ട്, ഫയർ എഞ്ചിൽ കയറിയിട്ട് പോവാം. പോകുമ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ടാണ്, കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അപ്പുറത്തുള്ള ഒരാളെ നമുക്ക് രീതിയിൽ കൊണ്ടുവരാം, രക്ഷപ്പെടുത്താം, വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യാണ്, ലാഡർ ഉണ്ടല്ലോ, നമ്മളെ ലാഡർ ഒരു കാഞ്ച് അപ്പുറത്തെ ഏതെങ്കിലും മരം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കുത്തിയൊക്കെ നമുക്ക് അപ്പുറത്തെ കിടത്താം. അവരെ അതുവഴി വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഈ IPS ഓഫീസർ നമ്മളോട് പറയുന്നുണ്ട്, പിന്നെ ASP ആണ്. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ അല്ല, സിമ്പിൾ അല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രളയം തുടങ്ങി, അതായത് രൗദ്രഭാവം കൊണ്ട് ഭവാനി ഒഴുകിക്കൊണ്ടിരിക്കുക, കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുക. 3 ഭാഗത്തു കൂടിയും വെള്ളം പടർന്നു പോവുകയാണ്. അതിൻ്റെ ഇടയിൽ 1 ഏക്കർ സ്ഥലം ഇതിലാണ് ഇവര് പെട്ടുകിടക്കുന്നത്. രണ്ടുപേര് ഏകദേശം ഒരു 70-65 വയസ്സായിട്ടുള്ള ദമ്പതിമാർ. അപ്പൊ ഇവർ സാധാരണ വന്ന് ഇങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് കൃഷിയൊക്കെ നോക്കിയിട്ട് ടൈപ്സ് അല്ല, താഴ്ന്നു പോയാലാണ്. അവര് കരുവാരുണ്ട് സ്വദേശികളാണ്, 1 ഏക്കർ സ്ഥലമുണ്ട്. അപ്പൊ അവര് ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അവരും ഈ മഴ എത്രത്തോളം വിചാരിച്ചിട്ടില്ല. അവര് പോകുന്ന സമയത്ത് വെള്ളമല്ല, അതായത് ഈ കല്ലിലൂടെ കയറി പോയിട്ടാണ് കിടക്കാം. അത് കല്ലിലൂടെ ചവിട്ടിയാണ് അപ്പുറത്തേക്ക് പോകുന്നത്. പക്ഷെ ഇവരവിടെ എത്തി അടുത്ത ദിവസം മുതലാണ് മഴ പ്രളയമായിട്ട് മാറുന്നത്. അങ്ങനെ ശക്തമായിട്ടുള്ള മഴ വന്ന് ഈ ഒരു ഭാഗം മാത്രം, ഈ 1 ഏക്കർ മാത്രം, അതിലൂടെ മാത്രം വെള്ളം ഒഴുകുന്നില്ല, 3 ഭാഗത്തു കൂടി വെള്ളം ഒഴുകാണ്. ഇവർ 2-3 ദിവസം കരയത്തേക്ക് വന്നു, ആരെയും കണ്ടില്ല. 4-ാമത്തെ ദിവസം ഇവർ വന്നു, അതായത് ഇവർ പെട്ടുകിടക്കുക, ഏകദേശം ഇവർ ജീവിതം അപകടത്തിലാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി തുടങ്ങി. അവർ 4-ാമത്തെ ദിവസം വന്നു. 4-ാമത്തെ ദിവസം വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള വാഴത്തോട്ടത്തിൽ ഒരാളെ കണ്ടു. ആളോട് പറഞ്ഞു അങ്ങനെ കുടുങ്ങി കിടക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എത്ര ദൂരം ഏകദേശം ഒരു 40 മീറ്റർ വീതിയുണ്ട്. ഇവർ നിൽക്കുന്നതും അപ്പുറത്തെ സൈഡും തമ്മിൽ 40 മീറ്റർ പുഴ വീതിയുണ്ട്. അപ്പുറത്ത് വേറെ ഒഴുകുന്നുണ്ട്, ഈ ഒരു ഭാഗം മാത്രം 40 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇവരുടെ സ്ഥലത്തിനെ കരയത്ത് നിന്നിട്ട് അപ്പുറത്ത് ഇയാളെ ഭാഗ്യവശാൽ കണ്ടു. ആളുടനെ തന്നെ അഗളി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അങ്ങനെയാണ് നമുക്ക് അഗളി പോലീസ് സ്റ്റേഷനിൽ SP മെസ്സേജ് തരുന്നത്. അപ്പോൾ സാർ ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞങ്ങളവിടെ എത്തുന്നത് വരെയും, അതായത് മുക്കാലി എത്തുമ്പോൾ, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത് താവളത്തെത്തുമ്പോൾ, അഗളി എത്തുമ്പോൾ, ഇതിൻ്റെ ഇടയിലൊക്കെ അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈസി അല്ല,
നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ സിമ്പിളായിട്ട് അതാണ് നമ്മളെ ഒരു ധാരണ അതാണ്. പക്ഷെ ചെന്നപ്പോൾ ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 7:30 മണിയാണ് നമ്മളെടുത്തത്. 7:30 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഇവര് തിരിച്ചു പോയിട്ടുണ്ട്. അന്യന്ന് രക്ഷാപ്രവർത്തനം നടക്കില്ലെന്ന് ചെയ്തിട്ട് അവരവരുടെ ഹട്ടിലേക്ക് മഴയുണ്ട്, മഴ ഒരു ചാറ്റൽ മഴ ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ വീഴണം, അപ്പോൾ ചാറ്റൽ മഴ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി തഹസിൽദാരന്മാരുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്, ASP ഉണ്ട്, പോലീസ് സേനയുണ്ട്, നമ്മളുടെ ടീം മണ്ണാർക്കാട് ടീമും പോയി. അപ്പോൾ നമ്മൾ ചെന്ന സമയത്താണ് മനസ്സിലാകുന്നത് ഇത് സാറ് പറയുന്നത് പോലെ തന്നെ ഇറ്റ് ഇസ് നോട്ട് സിമ്പിൾ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ലളിതമല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുത്തിയൊഴുകാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രൗദ്രഭാവം പൂണ്ടിട്ട് ഈ ഭവാനിപ്പുഴ ഇങ്ങനെ കുത്തിയൊലിച്ചു പോവുകയാണ്. നമുക്ക് നോക്കി നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങൾ അതിൻ്റെ ഒരു സിവറിറ്റി അറിയാൻ വേണ്ടിയിട്ട്, എത്ര ഒഴുക്കുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയിൻസോ ഉപയോഗിച്ച് വലിയൊരു മരക്കൊമ്പ് വെട്ടി ഇട്ട് വീണതേ ഓർമ്മയുള്ളൂ, എവിടെയാണെന്ന് അറിയില്ല. നാട്ടുകാരാണെങ്കിൽ നമ്മളെ പേടിക്കപ്പിക്കുക. 1986 ഇങ്ങനെ സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായി. ബോട്ട് വന്നിറക്കി, ആ ബോട്ട് തകർന്ന് തരിപ്പണമായി ചാവടിയൂർ പാലത്തിന്റെ ചോട്ടിൽ അതിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ടാകുന്നത്. അന്ന് ഹെലികോപ്റ്റർ വന്നിട്ടാണ് രക്ഷപ്പെടുത്തിയത്. അന്ന് 8 ലക്ഷം രൂപ കൊടുത്ത് ഹെലികോപ്റ്റർ അല്ലാതെ രക്ഷയില്ലാതാണ് നാട്ടുകാരുടെ, അല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണം അത്രയും രൗദ്രഭാവം പൂണ്ട് ഒഴുകുന്ന ഭവാനിപ്പുഴ. ASP എന്നോട് ചോദിച്ചു എന്താ ചെയ്യുക, ഫയർഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ പറഞ്ഞ ചർച്ചകളൊക്കെ വെറുതെ ആയി. എവിടെ ലാഡർ അവിടെ വെക്കുക, അവിടെ മരത്തിലേക്ക് ഒന്നും നടക്കില്ല. അവസാനം ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾ എന്തായിരുന്നാലും ഇപ്പം നമുക്ക് നടത്താൻ പറ്റില്ലല്ലോ. അവർ തിരിച്ചുപോയി. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ അതിന് ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ ചെയ്യാൻ പറ്റുള്ളൂ. നാളത്തേക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം, നാളെ 6 മണിക്ക് നേരം പുലർന്ന ഉടനെ തന്നെ നമ്മുടെ എക്സ്പെഡീഷൻ, നമ്മുടെ മിഷൻ ആരംഭിക്കും. അതിനുള്ളിൽ ഞങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ പിരിയുന്നു. ഏകദേശം ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് മറ്റാൾക്ക് പോയി. പക്ഷെ നിങ്ങൾ അവരെ കാണുന്നില്ല, അവർ പോയല്ലോ. അവർ ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ തിരിച്ചുപോയി. അവർ പിന്നെ അടുത്ത ദിവസം രാവിലെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ASPയോട് പറഞ്ഞു ഇന്ന് നമുക്ക് നടത്താൻ കഴിയില്ല, കാരണം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവരെ കാണണം. അപ്പോൾ അവരെ പിന്നെ കാണുന്നില്ല. അവരെ ഹട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, അവരെ കുടിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ പിന്നെ കാണാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, രാവിലെ നമുക്കതിൻ്റെ മിഷൻ ആരംഭിക്കാമെന്നും പറഞ്ഞ് ആ പുഴയുടെ തീരത്ത് ഇരുന്നിട്ട് തന്നെ, അതിൻ്റെ കരയിൽ ഇരുന്നിട്ട് തന്നെ ചെറിയൊരു കെട്ടുണ്ട് അവിടെ പൊളിഞ്ഞത്, അവിടെ ഇരുന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റേഷൻ ഓഫീസർ, മഞ്ചേരിക്കാരനാണ്, മഞ്ചേരി സ്റ്റേഷൻ ഓഫീസർ അദ്ദേഹം പിന്നെ വന്നു. കൂടുതൽ ടീമുകൾ വന്നു. അങ്ങനെ വന്ന് നമ്മളവിടെ ഒരു പ്ലാൻ ചെയ്യാണ്. പ്ലാൻ ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഒരു കാര്യം ചെയ്തിരുന്നു. സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഈ മങ്കി റോപ്പിംഗ്, അതായത് കയ്യും കാലും കൂടി ഇതിനകത്ത് മിലിറ്ററിക്ക് മാത്രമാണ് ട്രെയിനിങ് കിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴും അത് നമ്മൾ കൊടുക്കുന്നില്ല. കയ്യും കാലും കൂടി ചേർത്തിട്ട് വെക്കണം, എന്നിട്ട് അങ്ങോട്ട് ട്രെയിനിങ്ങിൽ അങ്ങോട്ട് മാത്രം. അപ്പൊ മങ്കി റോപ്പിംഗ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഇത് പട്ടാളക്കാർക്കാണ്. അപ്പൊ നമ്മൾ ചെറുപ്പക്കാരനായിട്ടുള്ള പട്ടാളക്കാരന് ഉള്ളത് അനിൽകുമാർ എന്ന് പറയുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത അയൽവാസിയാണ്, തിരുവാങ്കുന്ന് ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹം അന്ന് റെസ്റ്റാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് റെസ്റ്റാണ്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചു, അൻസർ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പോൾ മങ്കി റോപ്പിംഗ് ചെയ്യേണ്ടി വരും, അറിയും ഓക്കെ എന്ന് ചോദിച്ചു. ആ സാറേ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട് ജീപ്പ് വരുത്തി അദ്ദേഹത്തെ ജീപ്പിൽ ഇങ്ങോട്ട് വിടാൻ വേണ്ടി പറഞ്ഞു. അതിന് ഒരു ഫയർ റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറേയും ചുമതലപ്പെടുത്തി. വരുന്ന സമയത്ത് അപ്പോൾ ഏകദേശം എൻ്റെ പ്ലാൻ വർക്ക് ചെയ്യാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്ത് അകളിൽ നിന്ന് ഒരു 15 രൂപയുടെ ആ പ്ലാസ്റ്റിക് കയറും വാങ്ങിക്കൊണ്ടിരുന്നു, മഞ്ഞ റോപ്പ്. അതെ, അതിന് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ സ്റ്റേഷൻ ഓഫീസറും ഞാനും കൂടി ഞങ്ങൾ പ്ലാന് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. സർ, നമ്മളുടെ വലിയ കയറ് അങ്ങോട്ട് എത്തിക്കണം. പക്ഷേ വലിയ കയർ എറിഞ്ഞു കഴിഞ്ഞാൽ 40 മീറ്റർ ഉണ്ട്. വലിയ കയർ ഒരിക്കലും എറിഞ്ഞ് അപ്പുറത്തേക്ക് എത്തില്ല. അപ്പോൾ വലിയ കയറിൻ്റെ അഗ്രഭാഗത്ത് നമ്മൾ പ്ലാസ്റ്റിക് റോപ്പ് കിട്ടും. പ്ലാസ്റ്റിക് റോപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടല്ലോ, അതിൻ്റെ അഗ്രഭാഗത്ത് ഒരു കരിങ്കല്ല് കിട്ടും. ഈ കരിങ്കൽ എന്ത് ചെയ്യാം, നമ്മൾ 69 മീറ്റർ എറിഞ്ഞിട്ടാണ് സർവീസ് കാര്യം. ഞാനിപ്പോൾ അത് ആലോചിച്ചത്. കാരണം ഞാൻ പോലീസിൽ ട്രെയിനിങ് ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ പങ്കെടുത്ത ആളാണ്. അന്നൊക്കെ ഈ ക്രിക്കറ്റ് ബാൾ ഇങ്ങനെ എറിയുമ്പോൾ കൈയോടെ അപ്പൊ നമ്മൾ ചിന്തിക്കും എന്താണ് ഈ പന്തെറിയുന്നത് പോലീസുകാരെന്നുള്ളത്. മിക്കവാറും എത്തില്ല. ഏറ്റവും കൂടെ റിസ്ക് ഉള്ള സാധനം 8 ഐറ്റത്തിൽ ഏറ്റവും കൂടെ ഇവിടെ വേദനിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ എറിയുമ്പോൾ ഗ്രൗണ്ടിൽ നല്ല കാറ്റുണ്ടാവും, ഇങ്ങനെ പോയിട്ട് പന്ത് ഇങ്ങനെ പോയി വീഴും. അതെ, അത് ഞാൻ ഫിസിക്കൽ ടെസ്റ്റിന് പോകുന്ന സമയത്ത് ആദ്യത്തെ 5 എണ്ണം ഞാൻ ചെയ്തു, എത്രത്തിൽ 5 എണ്ണം ചെയ്തല്ലോ. പക്ഷേ 2 ചാൻസ് എടുത്ത സാധനം അതാണ് ക്രിക്കറ്റ് ബാൾ. ബാക്കി നമ്മൾ നല്ല പ്രായമല്ലോ, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, അതുപോലത്തെ 100 മീറ്റർ ഷോട്ട് പുട്ട് ഒന്നും പ്രശ്നമില്ല. 5ാമത്തെ ഈ സാധനത്തിനാണ് 2ാമത്തെ ചാൻസ് എടുത്തത്. ആ ചാൻസിൽ എത്തിയില്ല. കാരണം അത്രയും റിസ്ക്കാണ്. കാരണം 1ാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തൊലിയൊക്കെ പൊട്ടിയിട്ടുള്ള, തുന്നൊക്കെ പോയിട്ടുള്ള സാധനം. അപ്പൊ നമ്മൾ പറഞ്ഞ് ഇത് നമ്മൾ 69 മീറ്റർ എറിഞ്ഞ ആളുകളാണല്ലോ, ഈ 40 മീറ്റർ നമുക്ക് എറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ അഗ്രഭാഗത്ത് കെട്ടിയിട്ട് അത് എറിഞ്ഞു കൊടുക്കുക. ആൾക്ക് നമ്മൾ ആദ്യമേ നിർദ്ദേശം കൊടുക്കുക, ഇങ്ങനെ ഒരു കയറ് വരും, കല്ല് വരും, അത് നിങ്ങൾ വലിച്ച് അതിൻ്റെ അഗ്രഭാഗത്ത്, പ്ലാസ്റ്റിക്കിൻ്റെ അഗ്രഭാഗത്ത് വലിയ റോപ്പ് ഉണ്ടാവും. ആ വലിയ റോപ്പും വലിച്ചിട്ട് എന്ത് ചെയ്യുക, കയറരുത്. കയറി കഴിഞ്ഞാൽ അഥവാ സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ പുഴയിലേക്കാണ്. അപ്പോൾ പുഴയോട് ചേർന്നുകൊണ്ടാണ് മരം നിൽക്കുന്നത്. നിങ്ങൾ അവിടെ അപ്പുറത്ത് നിന്നിട്ട് കൈയെത്തുന്ന അകലത്തിൽ, ഹൈറ്റിൽ കെട്ടുക, നന്നായിട്ട് കെട്ടുക. ബാക്കി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് കമ്മ്യൂണിക്കേഷൻ അവർ കൊടുക്കുക. അദ്ദേഹം ഒരു കർഷകനായതുകൊണ്ട് 70 വയസ്സായിട്ടുണ്ടെങ്കിലും കുറച്ച് ഫിറ്റാണ്, ഫിസിക്കലി ഫിറ്റാണ്. അപ്പോൾ അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി.
അതിന് ശേഷമാണ് നമ്മൾ പ്ലാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, നമ്മളാണല്ലോ കെട്ടുന്നത്, എത്ര ഹൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് കെട്ടാം. എന്നിട്ട് അനിൽകുമാറിന് അങ്ങോട്ട് മങ്കി റോപ്പിംഗ് പറഞ്ഞേക്കുക, സേഫ്റ്റി ബെൽറ്റിൻ്റെ സഹായത്തോടുകൂടി തിരിച്ചവരെ കൊണ്ടുവരാം. ഇതായിരുന്നു പ്ലാന്. സിമ്പിളല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവൻ പരീക്ഷണത്തിന് അങ്ങോട്ട് പോകണം. അതിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഈ പോണ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു ലൈഫ് ജാക്കറ്റെങ്കിലും ഇടാൻ വേണ്ടി പറഞ്ഞു. ലൈഫ് ജാക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ലൈഫ് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ പോക്ക് ശരിയാവില്ല, തടസ്സം വരും. ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു സാറേ വേണ്ട, ലൈഫ് ജാക്കറ്റ് ട്രസ്റ്റ് 70 വയസ്സുകാരൻ്റെ കെട്ടിനെ വിശ്വസിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കയ്യെത്തുന്ന ഹൈറ്റിൽ മാത്രം കിട്ടിയത്. അവിടെ താഴ്ന്നു നമ്മൾ കിട്ടിയത് നമ്മൾ മരത്തിൽ കയറിയിട്ട് കിട്ടി, ചെരിഞ്ഞിട്ടാണ്. അപ്പോൾ തുടക്കത്തിലൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ഏറെക്കുറെ മധ്യഭാഗം കഴിഞ്ഞതോട് കൂടിയിട്ട് താഴാൻ തുടങ്ങി, നന്നായിട്ട് ബെൻഡ് ചെയ്തു. അദ്ദേഹത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനിൽകുമാറിന്റെ മുതു വരെ വെള്ളത്തിൽ തട്ടി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ടെൻഷൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പോ SSLC പരീക്ഷ കഴിഞ്ഞു, പല പരീക്ഷകളും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടു. അന്നൊന്നും അടിക്കാത്ത ടെൻഷൻ ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു ഈ വെള്ളത്തിൽ തട്ടുമ്പോൾ ഫോഴ്സാണ്. അദ്ദേഹത്താണെങ്കിലും ഒരു സേഫ്റ്റി ബെൽറ്റ് പോലും, അതുപോലെ തന്നെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുന്നത്, സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വേർ ബോഡിയുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തട്ടുന്നുണ്ട്, ഞാൻ കണ്ണും പോകും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയ ആണല്ലോ, അയാളുടെ ജീവൻ, ഒരു വിലപ്പെട്ട ജീവൻ, അവരവിടെ കുടുങ്ങിയിരിക്കുന്നു. അവര് രക്ഷപ്പെടുത്താൻ വേറെയും ചിലപ്പോൾ ഒരു പക്ഷേ മാർഗങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ എന്തായിരുന്നാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടെൻഷൻ അടുപ്പിച്ചിട്ടാണെങ്കിലും അദ്ദേഹം അവിടെ എത്തി. ലാൻഡ് ചെയ്തപ്പോഴാണ് നമ്മൾ ശ്വാസം. അയാൾ കോൺഫിഡൻസ് ഉണ്ട്. അയാളോട് ഞാൻ പറഞ്ഞു, ഇനി ഹൈറ്റിൽ നിങ്ങൾ മരത്തിൽ കയറിക്കോ, ഇതേ ഹൈറ്റിൽ കെട്ടാൻ വേണ്ടി പറഞ്ഞു. അതേ ഹൈറ്റിൽ കെട്ടി 2 പേരെ ഇവിടുന്ന് വിട്ടു. ഒരു ബാബുവും അദ്ദേഹം എറണാകുളത്ത് റിട്ടയർ ചെയ്തു. എൻ്റെ കൂടെ ഒരു മുഹമ്മദ് അലി പെരിന്തൽമണ്ണയുണ്ട്. 2 പേരും കൂടി ഫയർ സേഫ്റ്റി ബെൽറ്റിന്റെ സഹായത്തോടു കൂടി വിട്ടു. ആ സേഫ്റ്റി ബെൽറ്റിന്റെ സഹായത്തോടു കൂടി തിരിച്ചു വന്നു. എല്ലാവരും വന്നു. അങ്ങനെ ഒരു രക്ഷ 2018 ഉണ്ടായി. 2019 അതിന്റെ ആവർത്തനം ഉണ്ടായത്. അതായത് ഗർഭിണി ഉൾപ്പെടെയുള്ള 9 പേര് ഒരു സംഭവം 2019 പ്രളയത്തിലുണ്ടായി. പക്ഷെ അന്ന് നമുക്ക് കുറച്ചുകൂടി എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയർ അങ്ങോട്ട് എത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് മറ്റൊരു ഭാഗത്തേക്ക് ഇവർക്ക് ഫുഡ് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ആൾറെഡി ഒരു റോപ്പ് അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ. പക്ഷെ 2018 തികച്ചും നമ്മൾ 2019 എക്സ്പീരിയൻസ് ഉണ്ട്. 2018 ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ്. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഞങ്ങളുടെ ബേസിക് ട്രെയിനിങ്, ഞങ്ങളുടെ ഫയർ റെസ്ക്യൂ സർവീസിൽ ജീവനക്കാർക്ക് കൊടുക്കുന്ന ബേസിക് ട്രെയിനിങ്ങും സിവിൽ ഡിഫൻസിന് കൊടുക്കുന്ന ബേസിക് ട്രെയിനിങ്ങിനും ഒരു ഇനമായിട്ട് സിപ്പ് ലൈൻ ആയിട്ട് ഇപ്പൊ അത് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് സത്യത്തിൽ അത് ചെയ്ത് മണ്ണാർക്കാട് ചെയ്ത ശേഷം അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ വെള്ളത്തിൽ കുടുങ്ങിയ ആളുകളെ നിലമ്പൂരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മണ്ണാർക്കാട് നിന്ന് പോയി. മണ്ണാർക്കാട് നിന്ന് ആളുകൾ പോയിട്ടാണ് നിലമ്പൂരിൽ നടത്തിയത്. ഇപ്പൊ ഏറെക്കുറെ എല്ലാവരും ചെയ്യുന്ന രീതിയിലേക്കുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിപ്പ് ലൈൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. ബർമ ബ്രിഡ്ജും അതുപോലെ തന്നെ കമാൻഡോ ബ്രിഡ്ജും ഒക്കെ പ്രാക്ടീസ് കൊടുക്കുന്നത് പോലെ തന്നെ സിപ്പ് ലൈൻ പുഴക്ക് കുറുകെ കയറ് കെട്ടിയിട്ട്. പക്ഷെ അത് തുടങ്ങിയത് മണ്ണാർക്കാട്. അതെ അതില് ആ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു ട്രെയിനിങ് തുടങ്ങുവാൻ നിമിത്തമായത്, അതിന്റെ ആലോചനയിൽ ഒരു പങ്കാളിയായി എന്നതിൽ ഏറെ ചരിതാർത്ഥ്യം. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തിരിച്ചെടുക്കുകയാണ്. കാരണം നിങ്ങൾ വേറെ സർവീസിൽ പോകണമെന്നുള്ള ചോദ്യം ഞാൻ തിരിച്ചെടുത്തു. കാരണം ഇത് ദൈവം നിങ്ങൾക്ക് തന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഞാൻ ഏറെക്കുറെ അധ്യാപകനാവാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, ക്ലാസ് എടുക്കാൻ ഇഷ്ടം. പക്ഷേ എനിക്കിത് രണ്ടും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സർവീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പാവപ്പെട്ട ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി, പാവപ്പെട്ട ആളുകളുടെ സ്വത്തുവകൾ സംരക്ഷിക്കാൻ പറ്റി, നാൽക്കാലികളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ ഒരു അധ്യാപകന്റെ ജോലിയും ഉദ്യോഗസ്ഥന്മാരും എൻ്റെ ഹയർ ഓഫീസേഴ്സ് എന്നെ വളരെ വിശ്വാസപൂർവ്വം എന്നെ ഏൽപ്പിച്ചിരുന്നു. കാണാറുണ്ട്. ഏകദേശം ഒരു 5000-ഓളം ക്ലാസ്സുകൾ, ഡെമോൺസ്ട്രേഷൻ മോക്ക് ഡ്രില്ലുകൾ ഞാൻ എൻ്റെ സർവീസിൽ ഏകദേശം ഒരു 5000 കണക്കുകൾ ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല. കുറച്ചു മുമ്പ് TV പറഞ്ഞപ്പോൾ ഓർമ്മ ഒരു വെള്ളത്തിൽ മുങ്ങി മരിച്ച കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന രക്ഷപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ അവിടെ വെച്ചിട്ട് അവരെ സമാധാനിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യാന്ന് എന്താ പറയാറില്ല, മനോഹരമായ വളയാറിലാണ്, വളയാർ ഡാമിൽ വെച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്. അത് വളരെ അത് ഒരു വൈബായിട്ടുള്ള സംഭവമായിരുന്നു. കേരളം മുഴുവനും അറിയപ്പെടുന്നത്. കാരണം അവിടെ വെച്ചിട്ട് ഈ ബോഡി ഇവരുടെ കൂടെ 6 പേര് ആണ് നീന്തിയത് ഒന്നിച്ച്. 5 പേര് അവിടെ എത്തി. അദ്ദേഹം മണ്ണാർക്കാട്ടുകാരനാണ്. അദ്ദേഹം വെള്ളത്തിൽ മുങ്ങി. ഈ പറഞ്ഞ പോലെ തന്നെ രാത്രിയാണ് നമുക്ക് മെസ്സേജ് കിട്ടുന്നത്. ഞാൻ കഞ്ചിക്കോട് വർക്ക് ചെയ്യുന്നു. 3 മാസം കഞ്ചിക്കോട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോരുന്നു. ഒരു 11-12 മണി വരെ നമ്മൾ ആ ഇരുട്ടത്ത് വർക്ക് ചെയ്യുന്നു. ഒരു വെളിച്ചമല്ല. അടുത്ത ദിവസം നമ്മൾ വരുന്നു. ഒരു 2 മണിക്കൂർ കൊണ്ട് ഈ ബോഡി എടുത്ത് പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് വൈകാരികമായിട്ടുള്ള ഒരു സാഹചര്യം. ആ പിതാവിൻ്റെ മുഖത്തേക്ക് ഞാൻ ഒരു പ്രാവശ്യം നോക്കിയുള്ളൂ. കാര്യം ഏറ്റുവാങ്ങുന്ന പ്രതീക്ഷ, വാപ്പാക്കും ഉമ്മക്കും ഒരേയുള്ള ഒരു മകൻ പ്രതീക്ഷയാണ്. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ, തമിഴ്നാട് അതിർത്തിയിലെ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കുകയാണ്. പ്രതീക്ഷയാണ്. ആ സമയത്താണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവർ 1 മണിക്കൂർ റെസ്റ്റ് ടൈം ഉണ്ട്. ആ സമയത്താണ് ഇവർ ഡാമിൽ വന്നിട്ട് ഇറങ്ങി മത്സ്യബന്ധനം നിർഭാഗ്യവശാൽ ആ ജീവൻ രക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ല.
അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ബോഡി ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി. അപ്പോൾ അവൻ്റെ കൂട്ടുകാരും ആ കോളേജിലെ ആളുകളും ചുറ്റും നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആശയമാണ്, കാര്യം ഇനിയും ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മരണം സംഭവിച്ചു, അതൊരു 5 ദിവസം കൊണ്ടോ ഒരു 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടോ മറന്നുപോകും. പിന്നെ ഇവരെന്ത് ചെയ്യും, ഇതേപോലെ തന്നെ ആവർത്തിക്കപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് അവൻ്റെ കൂട്ടുകാർക്കും ആ കോളേജിലെ മറ്റു സ്റ്റുഡൻസും അവിടെ ഉണ്ടായിരുന്നു, അവരിലേക്ക് നൽകിയിട്ടുള്ള ഒരു ചെറിയൊരു സന്ദേശമാണ്. ആ സത്യത്തിൽ കേരളത്തിൽ നല്ല വൈറലായി പല ഗ്രൂപ്പുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ കാണുന്നുണ്ടായി. ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ സർവീസ് ഹിസ്റ്ററി അത് നിങ്ങൾക്ക് ഒരു പുസ്തകമാക്കി ഇറക്കിയാൽ കൊള്ളാമെന്ന് വ്യക്തിപരമായിട്ടൊരു ആശയമാണ്. കാരണം ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചപ്പോൾ എത്ര സമയം എനിക്കറിയില്ല, ഞാൻ സമയം നോക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ ഒരു കഥ കേട്ടിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് ഞാൻ നിങ്ങൾ പറയുന്നത്. ഓരോന്നും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പലതരത്തിലെ വികാരങ്ങളും കടന്നു വന്നു, പല ജീവിതങ്ങളും കടന്നു വന്നു. ഇതൊക്കെ കേട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പുസ്തകമാക്കി എഴുതാം. ഇത് ഒപ്പം മറ്റൊരു കാര്യം കൂടി, ഇത് കാണുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇതൊന്നും അത്ര ഇങ്ങനെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ അപ്പോഴാണ് ബിനിയാമിന്റെ ഒരു കോട്ട് നമുക്ക് ഓർമ്മ വരുന്നത്. കാരണം നമ്മൾ ജീവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായി തോന്നുന്നുള്ള ബാലിശമായ ചിന്തകളുള്ള ആൾക്കാരുണ്ടാവും ഒരു പക്ഷേ. അപ്പോൾ തീർച്ചയായിട്ടും വിശ്രമമില്ലാത്ത വിശ്രമ ജീവിതം തിരിച്ചു വരേണ്ടത് ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെന്നുള്ളവർ ആഗ്രഹിക്കുന്നത് അധ്യാപകൻ എന്നുള്ള ആ ലേബലിലേക്ക് മുത്തുമാഷ് തിരിച്ചു വരണം എന്നുള്ള, മുത്തുമാഷായിട്ട് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സർവീസിന്റെ ഹിസ്റ്ററി നിങ്ങൾ ഇത്രയും കാലം ഞാൻ പല ആളുകളുടെയും വായിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇതുപോലെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് റിട്ടയർഡായി വന്ന ആളുകൾ അവരുടെ ജീവിതങ്ങൾ എക്സ്പീരിയൻസുകളൊക്കെ എഴുതി ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വായിച്ചത് ഇപ്പം ഞാൻ ഓർക്കുകയാണ്, തീർച്ചയായിട്ടും അതിൽ എഴുതപ്പെടേണ്ട ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ അടയാളപ്പെടുത്തേണ്ട കുറേ അടയാളങ്ങളാണ്, ഓർമ്മകളാണ് മുത്തുമാഷിന്റെ ഈ സർവീസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും കൂടെ ദൈവം നിങ്ങൾക്ക് നിയോഗമായിരിക്കും. അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നമ്മളെ പ്രേക്ഷകരോട് എന്താണ് നമുക്ക് ഇത് തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഇത് ഈ ഒരു നിർദ്ദേശം നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ സർവീസ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ 31-ാം തീയതി ഓടുകൂടിയിട്ട് സർവീസ് അവസാനിക്കുകയാണ്. കഴിഞ്ഞാൽ പിന്നീട് വലിയ തിരക്ക് ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ അതല്ലൂരിന്റെ പൊതുസമൂഹത്തിൽ സജീവമാവുക എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ അടിയിൽ സജീവമാണ് കലാകായികം, സാംസ്കാരികം. നമ്മൾ ഒരുമിച്ച് ഒരു വേദിയിൽ നാടൻപാട്ട് അപ്പൊ ഇത് മാത്രമല്ല, ഇതുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന, എപ്പോഴും അതൊരു ആവേശമായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. നമ്മുടെ പിന്നെ ഇപ്പോൾ സിനിമാ നടനായിട്ടുള്ള കുഞ്ഞാപ്പ, ഷനൂജ് അടക്കമുള്ള ആളുകൾ നാടകം പഠിച്ച എൻ്റെ വീട്ടിൽ നിന്നാണ്. എൻ്റെ വീട്ടിലായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് KPS പയ്യനത്തിന്റെ ചില സ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾ നാടകം പിന്നെ അവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലാണ് രാത്രി കാലങ്ങളിൽ 12-1 മണിക്കൊക്കെ നമ്മൾ പ്രാക്ടീസ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കലയാണ്. തീർച്ചയായിട്ടും അതിനോടുള്ള ഒരു അഭിനിവേശം. അപ്പൊ അങ്ങനെ ഞാൻ ആലോചിക്കുന്നത് ഏകദേശം ഒരു 10-15 അധ്യായം, അതായത് ഒരു 15 അധ്യായം അടങ്ങുന്ന ഒരു പുസ്തകം നിങ്ങളുടെയൊക്കെ സഹായത്തോടെ എടുക്കാൻ. ഈ പറയാനുള്ള മണ്ണാർക്കാട് ഫയർ സ്റ്റേഷൻ ഓപ്പൺ ചെയ്തത് സത്യത്തിൽ ഒപ്പം നിന്നുകൊണ്ടാണ് ഞാൻ. അതോടൊപ്പം തന്നെ കിണറിൽ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അധ്യായമാക്കി മാറ്റുമ്പോൾ ഒരുപാടുണ്ടാവും. പക്ഷെ അതിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ളത് ഞാൻ ഒരു പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്, ആഴമില്ലാത്തൊരു കിണർ, വലിയ അപകടം ഇല്ലാന്ന് തോന്നിയിട്ടുള്ള ഒരു കിണർ. പെട്ടെന്ന് നമ്മുടെ ഞാൻ സ്ഥലം സൂചിപ്പിക്കുന്നില്ല, മണ്ണാർക്കാട് സമീപത്തുള്ള ആ സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് കിണറിൽ ഒരാൾ പെട്ടു എന്ന് മെസ്സേജ് വരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ ജീവനോടെ ആളുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഒരു കയറിലിറങ്ങുക. കാര്യം ലാഡറൊന്നും ഇറക്കാനുള്ള സമയമല്ല, ആൾ ജീവനോടെയാണ്. പെട്ടെന്ന് കയറ്റുക എന്ന ഉദ്ദേശത്തോടെ ഞാൻ പെട്ടെന്ന് ഞൊടിയിടയിൽ കയറിലിറങ്ങുന്നു. ഇറങ്ങി ഇദ്ദേഹത്തെ ചേർന്നോട്ടിന്റെ സഹായത്തോട്, ചേർന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു കെട്ടാണ്. ഇയാൾ ഇരിക്കുക, ഇയാൾ പാറയിൽ ഇങ്ങനെ ഇരുന്ന് അവശനായിട്ട് ഇരിക്കുക. അപ്പൊ ഞാൻ ഇറങ്ങി ഇയാളെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഞാൻ ആകെ ബോധരഹിതനാവാൻ പോകുന്നു. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, വല്ലാത്തൊരു അവസ്ഥ ഉണ്ടായി. അപ്പൊ ഞാൻ സത്യത്തില് എൻ്റെ മനസ്സിനോട് ചോദിച്ചു, എൻ്റെ കാലം അവസാനിക്കാറായോ? അതാണ് ഞാൻ ഇതിനേക്കാൾ വലിയ, അതായത് 70-80 മടി താഴ്ചയുള്ള കിണറിലേക്ക് ഇറങ്ങിയപ്പോൾ തോന്നാത്ത ഒരു പ്രയാസം എനിക്ക് ഈ വെറും 12 പോലുള്ള കിണറിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് തോന്നി. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഇയാളെ കയറ്റിന്റെ പിന്നാലെ തന്നെ ഞാൻ എൻ്റെ ജീവനക്കാരോട് പറഞ്ഞു, എന്നെയും പെട്ടെന്ന് വലിച്ചേറ്റാൻ പറഞ്ഞു. ഞാൻ അവശനായി. ഏറെക്കുറെ മരണം മുന്നിൽ കണ്ട പോലെ എനിക്ക് തോന്നി. ശ്വാസം കിട്ടുന്നില്ല, ആകെക്കൂടി ബോധം നഷ്ടപ്പെടുന്നത് പോലെ. എനിക്ക് എന്താ സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി. ഇപ്പൊ തന്നെ എനിക്ക് ഫയർ സർവീസിന്റെ ജോലി അതായത് പ്രാപ്യമല്ലേ, ഇത് അവസാനിക്കാൻ പോവുകയാണോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അപ്പോൾ ഞാൻ എന്തായാലും മുകളിൽ കയറി കുറച്ച് ക്ഷീണിച്ച് ഇരുന്ന് അവസാനം പഴയ സ്ഥിതിയിലേക്ക് വന്നു. കുറച്ച് റെസ്റ്റ് കിട്ടിയപ്പോൾ പഴയ സ്ഥിതിയിലേക്ക് വന്നു. അത് ഞങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുകയാണ്. ഈ ആളെ വലിയ കുഴപ്പമൊന്നുമില്ല, ആളെ കയറ്റി ആളെ ജസ്റ്റ് ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ ഡീറ്റെയിൽസ് എടുക്കുന്നൊരു പ്രക്രിയയുണ്ട്. ആളുടെ പേര്, അതുപോലെ തന്നെ പഞ്ചായത്ത്, വാർഡ് നമ്പർ, ഈ സംഗതികളൊക്കെ എഴുതിയെടുക്കുന്ന ഇടയിൽ ഇയാളുടെ ഭാര്യ പറഞ്ഞു, ഇതിനെ കൊണ്ട് രക്ഷല്ല, എല്ലാ ദിവസവും മദ്യപിച്ചിട്ടാണ് വരിക,
മദ്യപിച്ചിട്ട് വരിക മാത്രമല്ല, അതിൻ്റെ കയ്യിലൊരു കുപ്പി വേറെ ഉണ്ടാവും. വന്നു കഴിഞ്ഞാൽ ക്രൂരമായിട്ടുള്ള മർദ്ദനാണ്, വൈഫിനെ പീഡിപ്പിക്കുകയാണ്, ക്രൂരമായിട്ട് തല്ലുക. അപ്പോൾ ഇത് സഹിക്ക വയ്യാതെ ഇവർക്കാണെങ്കിൽ വിട്ടുപോകാൻ പറ്റുന്നുമില്ല. അങ്ങനെ ഇവരൊരു ഉപാധി അല്ലെങ്കിൽ അന്ന് അവർക്ക് തോന്നിയിട്ടുള്ള ഒരു ചെറിയൊരു ചിന്തയാണ്, ഇയാൾ ഇന്ന ദിവസം വരുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചാണ് കുടിക്കുന്നത് എന്നുള്ളത് അയമ കാണുന്നുണ്ട്. അപ്പോൾ കുടിക്കാൻ ആവശ്യമായ വെള്ളം കിട്ടാതിരിക്കുക. അപ്പോൾ അടുക്കളയിലുള്ള വീട്ടിലുള്ള മുഴുവൻ കലത്തു നിന്നും വെള്ളം മാറ്റി, കലമെല്ലാം കമഴ്ത്തി വെച്ചു. ഇയാൾ കോരി കുടിക്കണ്ടെന്ന് എഴുതിയിട്ട് കപ്പിയും കയറും ബക്കറ്റും എല്ലാം ഊരി വെച്ചു. പക്ഷെ അളിയൻ എന്ത് ചെയ്തു? ഒരു സ്റ്റീൽ ഗ്ലാസും അതോടൊപ്പം തന്നെ ഈ ഒരു കുപ്പിയും അദ്ദേഹം കിണറിലേക്ക് ഇറങ്ങി, ഒരു കയറിൽ കിണറിലേക്ക് ഇറങ്ങി നിന്നിട്ട് ചെറിയൊരു പാറുണ്ട്, ആ പാറിൽ ഇറങ്ങിയിട്ട് കിണറിൽ തന്നെ വെള്ളം എടുത്തിട്ട് അടിച്ചിരിക്കുക. ഇതിന്റെ ഹാങ് ഓവർ ആണ് എനിക്ക് പറ്റിയുള്ളത്. അതിന്റെ സ്മെല്ല, ഇതിന്റെ സ്മെല്ല് ശ്വാസം വിട്ടു. ഇത് ഈ അയമ പറയുമ്പോഴാണ്, ഇദ്ദേഹത്തിന്റെ വൈഫ് പറയുമ്പോഴാണ് നമുക്ക് അറിയുന്നത്. അപ്പൊ എന്റെ ജീവനക്കാർ പറഞ്ഞു, നാസ്ര ഇതാണ് സംഭവം, നിനക്ക് ശ്വാസം കിട്ടാത്തതും അവശയാവുന്നതും വേറൊന്നല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇതിന്റെ സ്മെല്ല് ഈ കിണറിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അപ്പൊ അത് ആൽക്കഹോളിന്റെ സ്മെല്ലിന്റെ ആവും. അപ്പൊ അതാ പറഞ്ഞത്, നമ്മൾ എഴുതുകയാണെങ്കിൽ ഒരു 15 അധ്യായമെങ്കിലും സുഖസുന്ദരമായിട്ട് എഴുതാൻ പറ്റും. ഗ്യാസ് ടാങ്കർ അപകടങ്ങൾ കുന്തിപ്പുഴയില് ഗ്യാസ് ടാങ്കർ അപകടം സത്യം പറഞ്ഞു കഴിഞ്ഞാല് മരണം വരെ മുമ്പിൽ കണ്ട സാധനമാണ്. ഗ്യാസ് ഇങ്ങനെ നമ്മള് MES കല്ലടി കോളേജിന്റെ ഇറങ്ങുമ്പോ തന്നെ ഇതിന്റെ ശബ്ദം 4:15 ശബ്ദം ഇങ്ങനെ പോവാ. ചെന്ന ഉടനെ തന്നെ ആദ്യം ഒരു പോലീസുകാരനോട് ചോദിച്ചു, സാറേ ഞാന് ഈ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ, പാലത്തിൽ ലൈറ്റ് ഉണ്ടായിരുന്നു, ലൈറ്റ് ഓഫ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. കാരണം ഈ ബൾബ് കത്തിക്കഴിഞ്ഞാൽ അത് സ്പാർക്ക് ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം, അതായത് അത് കാരണത്താൽ ഏതെങ്കിലും രീതിയിൽ കത്തിപ്പിടിക്കും എന്നുള്ളതാണ്. കാരണം അത്രയും ശക്തമായിട്ട് പാറയിലൊക്കെ ചാടിയിട്ട് വലിയ വലിയ ഹോളുകളായിരിക്കണം, ഒന്നിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ നമ്മൾ വളരെ ജാഗ്രത പാലിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു വീട്ടുകാർ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി, സ്പാർക്ക് മതി, അവിടെ മുഴുവൻ കത്തിച്ചാമ്പലാവാൻ അത് മതി. അപ്പോൾ ഈ പോലീസിനോട് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ ഓഫ് ചെയ്ത്, കാരണം ഓഫ് ചെയ്യുമ്പോഴാണ്, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴാണ് സ്പാർക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾ ആ ചുമതല ഏൽപ്പിക്കണം. ഇത് ഒരു കാരണവശാലും ഓഫ് ആവാതെ നമ്മൾ തൊടാതെ ശ്രദ്ധിക്കേണ്ട ചുമതല നിങ്ങളെ ഏൽക്കണം. കാരണം നമുക്ക് അത് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെ ആ ടാങ്കറിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആലോചിക്കുമ്പോൾ ഞാനതിൽ ഏറ്റവും എനിക്ക് ഭീതി ഉണ്ടാവുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ശബരിമല ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പോവാണ്. ആ ശബരിമല ഡ്യൂട്ടി ചെയ്യുന്നതിനിടെ ഈ ഇൻസിഡന്റ് കഴിഞ്ഞ് 4ാമത്തെ ദിവസം ഞാൻ ശബരിമല ഡ്യൂട്ടി പോകുന്നു. ആ ശബരിമല ഡ്യൂട്ടി ചെയ്യുന്നതിനിടക്കാണ് കരുനാഗപ്പള്ളി ടാങ്കർ ദുരന്തം ഉണ്ടാവുന്നത്. 10 വരുന്ന മരണങ്ങൾ നമ്മളുടെ ജീവനക്കാർ ഉൾപ്പെടെ മരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഭീതി മനസ്സിലായത്. അതുവരെ ഞാൻ ചെയ്തത് എന്താണെന്നുള്ള യാന്ത്രികമായിട്ട് ചെയ്ത പോലെ, പക്ഷെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇത്രമാത്രം അപകടം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്നുള്ളത് സത്യത്തിൽ മനസ്സിലാക്കിയത്. കാരണം ഈ ഇൻസിഡന്റ് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് ഈ ടാങ്കർ ദുരന്തം ഉണ്ടാവുന്നത്, അതിൽ ആളുകൾ മരിക്കുന്നത്. അതിനേക്കാൾ ഭീകരമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നിട്ടാണ് നമ്മൾ അടുത്ത് നിന്നിട്ട് അതിന്റെ മുകളിൽ നിന്നിട്ട് ചെയ്യുന്നത്. ഫോൺ വരും, എൻ്റെ ഹയർ ഓഫീസർ ഫോൺ വരും, ഞാൻ നേരെ ചാടും ഓടും. കാരണം ഫോൺ എടുക്കുന്ന അപകടം എനിക്കറിയാം. നേരെ എന്ത് ചെയ്യും, അതായത് ടാങ്കറിന്റെ മുകളിൽ നിന്ന് ചാടും, നേരെ ഓടും. കാര്യം എന്താ വെച്ചാൽ ഹയർ ഓഫീസർ എടുക്കുന്ന സമയത്ത് നമുക്ക് വിളിക്കുന്ന സമയത്ത് എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതെന്താണ് സംഗതി, എവിടെ എത്തിയിട്ടുണ്ട്, രക്ഷാബോധം എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് റീജിയണൽ ഫയർ ഓഫീസർ, ഡിവിഷണൽ ഓഫീസറാണ്, അദ്ദേഹമൊക്കെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വിളി വരുമ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് മാത്രമാണ് എനിക്ക് എടുക്കണം. ബാക്കിയാണെങ്കിൽ സുഹൃത്തുക്കളൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ടച്ച് ചെയ്യില്ല. പക്ഷേ ഹയർ ഓഫീസർക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ അതിന്റെ ആ സമയത്തുള്ള ഓരോ സമയത്തുള്ള ഓരോ രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഫോണാണെങ്കിൽ ഇറങ്ങി ചാടിയിട്ട് ഓടിയിട്ട് എന്ത് ചെയ്യും, കുറേ അപ്പുറത്ത് പോയിട്ടാണ് ഈ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ റിസ്ക്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് ഗ്യാസ് ടാങ്കർ അപകടങ്ങൾ, അതോടൊപ്പം തന്നെ കിണർ അപകടങ്ങൾ, ഇതുപോലെയുള്ള പശുക്കളുടെ നിന്ന് എടുക്കുന്നത് ചെറിയ സിമ്പിളായ കാര്യമല്ല. മണ്ണാർക്കാട് നമ്മുടെ ബൈപ്പാസ് ഉണ്ടല്ലോ, കുന്തിപ്പുഴ ബൈപ്പാസ്, അവിടെ ഇപ്പോൾ ധാരാളം വീടുകളൊന്നും, അവിടെ വീടാകുന്നതിന് മുൻപ് ഒരു കിണർ പണിയടക്കാണ്, ആൾമറയൊന്നുമില്ല. 2 കാളകൾ തമ്മിൽ, 2 നല്ല ശക്തരായിട്ടുള്ള കാളകൾ തമ്മിൽ കരയിൽ നിന്ന് അവർ കുത്തുകൂടിയിട്ട് ഇവർ 2 പേരും കൂടി എന്ത് ചെയ്തു, കിണറിലേക്ക് വീണു, ഒഴുകിയിട്ട് ഇങ്ങോട്ട് വീണു, അതായത് നിരങ്ങി വീണു. ഞങ്ങൾ വിളിച്ചു, മണ്ണാർക്കാട് ഫയർ സ്റ്റേഷന് അന്ന് വന്ന സമയമാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് 2 കൂടി ഈ ആളുള്ള കിണറിന്റെ ഉള്ളിൽ നിന്നും കുത്താണ്. കാരണം ഇവർ കിണറിൽ കുത്താനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ കിണറിന്റെ അടിയിൽ നിന്നിട്ടും ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരാടുന്ന കാളയുടെ ഇടയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങിയിട്ട് ഈ 2 കാളകളെയും രക്ഷപ്പെടുത്തണം. മനുഷ്യന്മാരാണ് ഈ പറഞ്ഞ ഇതെന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പശുക്കളെ രക്ഷപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നത്, ആക്സിഡന്റുകൾ ഉണ്ടാകുന്നത്, ഇതുപോലെയുള്ള മലകളിൽ നിന്ന് നേരത്തെ പറഞ്ഞ മലബാർ സിമെന്റ് ഫാക്ടറിയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, അങ്ങനെ ഒട്ടേറെ ശ്രദ്ധേയമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാബു ചോദിച്ചതുപോലെ തന്നെ ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ പല ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിനും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ, ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് ആങ്കർ ഞാനായിരുന്നു. എന്നേക്കാൾ നല്ല ആങ്കറാണ് ബാബു. പക്ഷേ അന്ന് എനിക്ക് അതിന് പല ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ, ഇപ്പോൾ കൊല്ലങ്കോട് ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ അന്ന്
ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറ് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെത് സാധാരണ അദ്ദേഹത്തിൻ്റെത് ആങ്കർ ചെയ്യാൻ ലേശം പ്രയാസമാണ്. പക്ഷേ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. യാതൊരു തരത്തിലുള്ള അലോസരമില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഉദ്യോഗസ്ഥന്മാർ എന്നിലുള്ള കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്, വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ഒരു അധ്യാപകനാവാൻ ഡിപ്പാർട്ട്മെന്റിന് ഒരു ചെറിയ തോതിലെങ്കിലും ഒരു നഷ്ടമായിരിക്കും എന്ന് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല. അങ്ങനെ ആയിരിക്കും നമുക്കറിയാം. ഒരു യാത്രയപ്പ് അത് വന്നപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് ഒരു നികത്താനാവാത്ത. സാധാരണ റിട്ടയർ ചെയ്യുന്ന ആളെ കുറിച്ച് പറയും, പക്ഷെ ആ പറയുന്നതാണെങ്കിൽ പോലും, അതങ്ങനെ പറയുന്നതാണെങ്കിൽ പോലും നമുക്ക് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലായിട്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ഭാഗങ്ങളിൽ ഞാൻ ക്ലാസ് കൊടുക്കാത്ത സ്കൂളുകൾ വളരെ കമ്മിയാണ്, ക്ലബ്ബുകൾ വളരെ കമ്മിയാണ്, സന്നദ്ധ സംഘങ്ങൾ വളരെ കുറവാണ്. എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. സ്ഥാപനങ്ങൾ പെരിന്തൽമണ്ണയൊക്കെ ധാരാളം സ്ഥാപനങ്ങൾ ഫയർ സേഫ്റ്റി ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു റിക്വസ്റ്റിന്റെ പിൻബലത്തിൽ നമ്മൾ ക്ലാസ് കൊടുക്കും. അത് പ്രശ്നമൊന്നുമില്ല. നമ്മൾ യൂണിഫോം ഇടാൻ പാടില്ല എന്നേ ഉള്ളൂ. യൂണിഫോം ഇല്ലാതെ നമുക്ക് പോയി ക്ലാസ് എടുക്കുന്നതിന് പ്രശ്നം. ഒരു 5000-ൽ പരം ക്ലാസ്സുകളും ഡെമോൺസ്ട്രേഷനും മോക്ക് ഡ്രില്ലുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ അതുപോലെ തന്നെ ഒരു ബോധവൽക്കരണ പരിപാടി നടത്തി. ഇന്നലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇനി 29-ാം തീയതി അടക്കം പെരിന്തൽമണ്ണയിൽ ക്ലാസ് കഴിഞ്ഞ് 30-ാം തീയതി 31-ാം തീയതിയാണ് ഞാൻ ഏറെക്കുറെ വിട പറഞ്ഞ് പോരുന്നത്. അപ്പോൾ തികഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട്. നല്ല മനസ്സോടെയാണ് ഞാൻ സർവീസ് അവസാനിപ്പിക്കുന്നത്. ഒരുപാട് വിലപ്പെട്ട ജീവനുകൾ രക്ഷിക്കാൻ പറ്റി. ബാബു നേരത്തെ ചോദിച്ച പോലെ തന്നെ ഒരുപാട് ജീവനുകളെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ള ആ നൊമ്പരവും മനസ്സിലുണ്ട്. പക്ഷെ എന്തായിരുന്നാലും എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബി.എഡുകാരൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടേറിയ ജോലി ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു കുറ്റബോധം എനിക്കുണ്ടായിട്ടില്ല. ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം നിറഞ്ഞ മനസ്സോടെയാണ്, വളരെ ഹൃദയത്തിൽ തൊട്ട് എനിക്ക് പറയാം, നിറഞ്ഞ മനസ്സോടെ വളരെ 100% ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ സർവീസ് പൂർത്തീകരിക്കുന്നത്. അതിന് എൻ്റെ അലനല്ലൂർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അധ്വാനിക്കാൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അലനല്ലൂരാണ്. ഞാനിവിടെ അലനല്ലൂരിന്റെ ഒരു പൊതുവേദികളിൽ മുത്തുമാഷ് ഇല്ലാതിരിക്കാറില്ല, പരമാവധി എല്ലാവരും ഉൾപ്പെടുത്താറുണ്ട്. ഒരു പരിപാടിയിൽ നിന്ന് മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതിനല്ല, സൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അലനല്ലൂരിന്റെ പൊതുമേഖലകളിൽ സജീവമാകാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്ര നേരം നമുക്ക് ഇങ്ങനെ സമയം തന്നതിന്. വിശ്രമമില്ലാത്ത വിശ്രമ ജീവിതം ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു.